ഹലോ ആൾ, എല്ലാവർക്കും ആയിട്ടുള്ള മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സെക്ഷനുകളിൽ നമ്മൾ 2018 PYQ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ 75 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അതായത് 76 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 76ാമത്തെ ക്വസ്റ്റ്യൻ 76. Which of the following led to the introduction of English education in India? അപ്പോൾ താഴെ കൊടുത്തേക്കുന്ന ഏതൊക്കെയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് കാരണമായത്? ഫസ്റ്റ് വൺ, ചാർട്ടർ ആക്ട് ഓഫ് 1830. സെക്കൻഡ് വൺ, ജനറൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻസ് 1823. ദെൻ ഓറിയന്റലിസ്റ്റ് ആൻഡ് ആംഗ്ലസിറ്റിക് കോൺട്രോവേഴ്സി. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ് ഗിവൻ ബിലോ. ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 1 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഇതിൽ ഏതാണ് എന്തിലേക്ക് നയിച്ചത്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നയിച്ചത്, അല്ലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിൽ കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ് വരുന്നത് നമുക്ക് അറിഞ്ഞത് മാത്രമേ എഴുതുള്ളൂ, കാരണം മോഡേൺ ഇന്ത്യയിലെ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതൊക്കെ ഇതിൽ ചാർട്ടർ ആക്ട് ആയാലും അല്ലെങ്കിൽ ജനറൽ കമ്മിറ്റി ഓൺ പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആയാലും അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റ് ആൻഡ് ആംഗ്ലസിറ്റിക് കോൺട്രോവേഴ്സി ആയാലും ഇതെല്ലാം എന്തെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഇത് മൂന്നും തന്നെ എന്താണ്? ഇത് മൂന്നും എന്തിനും കാരണമായി ലെഡ് ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ആൻസർ 1, 2, 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. ആദ്യം ചാർട്ടർ ആക്ട് ഓഫ് 1830 ആണ് പറയുന്നത്. എന്താണ് ചാർട്ടർ ആക്ട് ഓഫ് 1830 എന്ന് പറയുന്നത്? ഇത് പറയുന്നത് എന്താണ്? സെറ്റ് എ സം ഓഫ് റുപ്പീസ് 1 lakh ആനുവലി ടു ഇംപ്രൂവ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അതായത് എന്താണ്? ഇന്ത്യയിൽ എഡ്യൂക്കേഷന് വേണ്ടി എത്ര? സം ഓഫ് 1 lakh ആനുവലി. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത് 1830 ചാർട്ടർ ആക്ടിൽ പറയുന്നത്. ഓക്കെ, മറ്റ് ചാർട്ടർ ആക്ടുകൾ നമുക്ക് നോക്കി വയ്ക്കുക. അതിൽ 1830 എന്ത് ഈ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി ആനുവലി 1 lakh മാറ്റി വയ്ക്കണം എന്നുള്ളൊരു കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, സോ അതാണ് ചാർട്ടർ ആക്ട് 1830 പറയുന്നത്. സെക്കൻഡ്, ജനറൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ 1823 പറയുന്നത്. അത് പറയുന്നത് എന്താണ്? ഈ 1830 ചാർട്ടർ ആക്ട് പ്രകാരം ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഗ്രാൻഡ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു 1830 എന്താണ് 1 ലക്ഷത്തോളം ആനുവലി എന്തിനു വേണ്ടി മാറ്റി വയ്ക്കണം? ഇന്ത്യയിലെ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൈസ കറക്റ്റായിട്ട് കൃത്യമായിട്ട് എന്ത് സ്പെൻഡ് ചെയ്യുന്നതിനും അതുപോലെ ഇത് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയാണ് എന്ന് പറയുന്നത് ജനറൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ 1823 എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്? ടു ഇംപ്ലിമെൻറ്റ് ദ എഡ്യൂക്കേഷണൽ ഗ്രാൻഡ് ഓഫ് 1833. ഓക്കെ, 1833 ചാർട്ടർ ആക്ടിലെ എഡ്യൂക്കേഷൻ ഗ്രാൻഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വന്നത്. ഓക്കെ, അതായത് ഒരു ഇംപ്ലിമെൻറ്റിംഗ് ബോഡിയാണ്. ഓക്കെ, അപ്പോൾ ഇംപ്ലിമെൻറ്റിംഗ് ബോഡിയാണ് എന്ന് പറയുന്നത് ജനറൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് പറയുന്നത് ഏതാണ്? ഓറിയന്റലിസ്റ്റിക് ആൻഡ് ആംഗ്ലസിറ്റിക് കോൺട്രോവേഴ്സി എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു കോൺട്രോവേഴ്സിയാണ്. ഓക്കെ, അതായത് ഓറിയന്റലിസ്റ്റ് എന്ന് പറയുന്നത് അവർ ട്രഡീഷണൽ ഇന്ത്യൻ ലേണിംഗ്, അതായത് വെർണക്കുലർ ലാംഗ്വേജിലുള്ള ട്രഡീഷണൽ ഇന്ത്യൻ ലേണിങ്ങിന് രണ്ട് ഗ്രൂപ്പുണ്ട്, ഓറിയന്റലിസ്റ്റും അതുപോലെ രണ്ടാമത്തെ ആരാണ്? ആംഗ്ലസിറ്റിസ്റ്റ്. ഓക്കെ, സോ ആംഗ്ലസിസ്റ്റും ഉണ്ട്, ഓറിയന്റലിസ്റ്റും ഉണ്ട്. അപ്പോൾ ഓറിയന്റലിസ്റ്റ് എന്താണ് പറഞ്ഞത്? അവർ ട്രഡീഷണൽ ഇന്ത്യൻ ലാംഗ്വേജ് ആണ്, ട്രഡീഷണൽ ഇന്ത്യൻ ലാംഗ്വേജിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അതായത് വെർണക്കുലർ ലാംഗ്വേജ്. ഓക്കെ, അവരെന്താണ്? അപ്പോൾ ഓറിയന്റലിസ്റ്റ് സപ്പോർട്ട് ചെയ്തത് ട്രഡീഷണൽ ഇന്ത്യൻ ലാംഗ്വേജിൻ വെർണക്കുലർ ഫോം. ആൻഡ് ഓൾസോ ആംഗ്ലസിസ്റ്റ് എന്താണ് ചെയ്തത്? അവർ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ത്രൂ ദ മീഡിയം ഓഫ് ഇംഗ്ലീഷ് അതിനെയാണ് സപ്പോർട്ട് ചെയ്തത്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ത്രൂ ദ മീഡിയം ഓഫ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? ഓറിയന്റലിസ്റ്റും ആംഗ്ലസിസ്റ്റും തമ്മിലുള്ള ആ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. 1835 ആയപ്പോഴത്തേക്ക് എന്താണ് ഈ കോൺട്രവേഴ്സി റിസോൾവ് ആയി. ആൻഡ് ആർക്കാണ് ഫേവറായിട്ട് വന്നത്? ആംഗ്ലസിസ്റ്റിനാണ് ഫേവറായിട്ട് വന്നത്. അതുകൊണ്ട് എന്താണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ എന്താണ് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ അതാണ് ഓറിയന്റലിസ്റ്റ് ആൻഡ് ആംഗ്ലസിറ്റ് കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഓറിയന്റലിസ്റ്റ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ഇന്ത്യൻ ലാംഗ്വേജിനെ വെർണക്കുലർ ലാംഗ്വേജിനെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതുപോലെ ആംഗ്ലസിറ്റ് എന്ന് പറയുന്നത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ത്രൂ ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയയ്ക്ക് എന്താണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ആംഗ്ലസിറ്റ്. അപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സി കണ്ടിന്യൂ ചെയ്യും 1835 എന്താണ് ആംഗ്ലസിറ്റിന് അനുകൂലമായിട്ട് എന്താണ് അതിന് പറയുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഇന്ത്യയിൽ എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് എന്താണ് ഒഫീഷ്യലി ഇംഗ്ലീഷ് എന്താണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ അതാണ് ഇത് പറയുന്നത്. അപ്പോൾ മൂന്ന് എന്താണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് 76ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 77.
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ലേക്ക്. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ലേക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, കാരണം നമ്മൾ സ്കൂളിൽ നിന്ന് മറ്റൊക്കെ ടൂറൊക്കെ പോയിട്ടുള്ള സ്ഥലമാണ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്, കൊടൈക്കനാലാണ്. തമിഴ്നാട്ടിൽ കൊടൈക്കനാൽ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ലേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് കൊടൈക്കനാലിൽ ആർട്ടിഫിഷ്യൽ ലേക്കാണെന്ന്. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഏകദേശം ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ലേക്കാണ് ഈ കൊടൈക്കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാർ ഷേപ്ഡ് ലേക്ക്. കൊടൈക്കനാൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ഷേപ്ഡ് ലേക്കാണ്. ഇത് ക്രിയേറ്റ് ചെയ്തത് 1863 ക്രിയേറ്റ് ചെയ്തത്. 1863 1863 ആര്? സർ വെയർ ഹെൻറി ലെവിഞ്ചാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സോ സ്റ്റാർ ഷേപ്ഡ് ആർട്ടിഫിഷ്യൽ ലേക്കാണ് 1863 ഇത് ക്രിയേറ്റ് ചെയ്തത്. എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കൊടൈക്കനാലാണ്. ഇനിയിപ്പോൾ കൊള്ളേര് നോക്കണേ. കൊള്ളേര് ആന്ധ്രാപ്രദേശിൽ എന്താണ് ഒരു ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് എന്ന് പറയുന്നത്. ഫ്രഷ് വാട്ടർ ലേക്ക്, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ്. അതുകൂടാതെ എന്താണ് കൃഷ്ണ അതുപോലെ ഗോദാവരി നദിയുടെ ആ ഒരു ഡെൽറ്റയുടെ ഇടയിലാണ് ഈ കൊള്ളേര് സ്ഥിതി ചെയ്യുന്നത്, ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് ഗോദാവരി. ഓക്കെ, സോ അതാണ് കൊള്ളേര് പറയുന്നത്. അതെന്താണ് ഒരു ലാർജസ്റ്റ് നാച്ചുറൽ ഫ്രഷ് വാട്ടർ ലേക്കാണ്. അപ്പോൾ അത് നാച്ചുറലാണ്, ആർട്ടിഫിഷ്യൽ അല്ല. ദെൻ പിന്നെ വരുന്നത് ഏതാണ്? നൈനിറ്റാളാണ്. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ. അത് എന്താണ് ഒരു കിഡ്നി ഷേപ്പിലിരിക്കുന്ന ഒരു ലേക്കാണ് എന്ന് പറയുന്നത് നൈനിറ്റാൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൾസോ അതെന്താണ് ആർട്ടിഫിഷ്യൽ ലേക്കല്ല, അതൊരു നാച്ചുറൽ ലേക്കാണ്. ഓക്കെ, നാച്ചുറൽ ഫ്രഷ് വാട്ടർ ലേക്കാണ് എന്ന് പറയുന്നത് നൈനിറ്റാൾ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വരുന്ന രേണുക, അത് ഏതാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഇതെന്താണ് ലാർജസ്റ്റ് നാച്ചുറൽ ലേക്ക്. ഓക്കെ, ഹിമാചൽ പ്രദേശിലാണ് എന്താണ് വൺ ഓഫ് ദി ലാർജസ്റ്റ് നാച്ചുറൽ ലേക്കാണ്. കൂടാതെ എന്താണ് ഒരു രാംസാർ സൈറ്റുമാണ്. രാംസാർ സൈറ്റാണ് എന്ന് പറയുന്നത് ഈ രേണുക ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലേക്കുകളെ പറ്റി ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇവിടെ ഇപ്പോൾ കൊടൈക്കനാൽ, കൊല്ലേര്, നൈനിറ്റാൾ, അതുപോലെ എന്താണ് രേണുക ലേക്കിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഇമ്പോർട്ടൻസ് നോക്കി വയ്ക്കുക. ആർട്ടിഫിഷ്യൽ ലേക്ക് ഏതൊക്കെയാണ്, ഫ്രഷ് വാട്ടർ ലേക്ക് ഏതൊക്കെയാണ്, നാച്ചുറൽ ലേക്സ് ഏതൊക്കെയാണ്, ജസ്റ്റ് എന്താണ് ആ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കി വയ്ക്കുക. നെക്സ്റ്റ് 78. With reference to Pradhan Mantri Kaushal Vikas Yojana, consider the following statements. First statement, it is the flagship scheme of Ministry of Labour and Employment. ഓക്കെ, ഇങ്ങനത്തെ വേർഡ്സ് നമ്മൾ എന്താണ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, കാരണം തെറ്റിക്കാൻ ചാൻസ് ഉള്ള വേർഡ്സുകൾ. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ് ഏതിൻ്റെ? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് എമോങ്സ് അതർ തിങ്സ് വിൽ ഓൾസോ ഇമ്പാർട്ട് ട്രെയിനിങ് ഇൻ സോഫ്റ്റ് സ്കിൽസ്, എൻ്റർപ്രണർഷിപ്പ്, ഫിനാൻഷ്യൽ ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി. സോ അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പറ്റി പറയുന്നുണ്ട്. It aims to align the competencies of the unregulated workforce of the country to national skill qualification, the framework. ഓക്കെ, സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ 1 and 3 ഓൺലി, ഓപ്ഷൻ ബി 2 ഓൺലി, ഓപ്ഷൻ സി 2 and 3 ഓൺലി, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റാണ്, ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റാണ് ഇതിൽ ശരിയായിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇറ്റ്സ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് സ്കീം ഓഫ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ല. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് വരത്തില്ല, കാരണം പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയെ പറ്റിയാണ് പറയുന്നത്. അത് ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പിൻ്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. അപ്പോൾ അതിന് കീഴിലാണ് ഏത് വരുന്നത്? ഈ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന വരുന്നത്. ആൻഡ് ഓൾസോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ 2 കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ 2 എന്തായാലും ശരിയാണെന്ന് നമുക്കറിയാം. ഇറ്റ് എമോങ് അതർ തിങ്സ് വിൽ ഓൾസോ ഇമ്പാർട്ട് ട്രെയിനിങ് ഇൻ സോഫ്റ്റ് സ്കിൽസ്, എൻ്റർപ്രണർഷിപ്പ്, ഫിനാൻഷ്യൽ ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു എയിമാണ്. അപ്പോൾ ശരിയായിട്ടുള്ള കാര്യമാണ്, അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. സോ അതെന്താണ് റൈറ്റ് ആൻസർ ആണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇറ്റ് എയിംസ് ടു അലൈൻ ദ കോമ്പറ്റൻസീസ് ഓഫ് ദ അൺറെഗുലേറ്റഡ് വർക്ക് ഫോഴ്സ് ഓഫ് ദ കൺട്രി ടു നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, കാരണം അത് റെക്കഗ്നൈസേഷൻ ഓഫ് പ്രയർ ലേണിംഗ് എന്നാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അതായത് എന്താണ് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് അണ്ടറിലേക്ക് കൊണ്ടുവരുന്നു. സോ അതാണ് ഏത് പറയുന്നത്? ഈ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പറയുന്നത്. അപ്പോൾ എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, അതായത് എന്താണ് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ്. ഓക്കെ, അതിന് എന്താണ് അതായത്
അതിനെന്താണ് റെക്കഗ്നൈസ് ചെയ്ത് പ്രയർ ലേണിംഗിലേക്ക് കൊണ്ടുവരികയാണ്, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുവരികയാണ്. അതാണ് എന്ത് ഇവിടെ പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ അൺറെഗുലേറ്റഡ് വർക്ക് ഫോഴ്സിനെ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ വർക്കിലേക്ക് എന്താണ് കൊണ്ടുവരിക. അതാണ് എന്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ആൻസർ. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. 2 and 3 ഓൺലി ആയിരിക്കും. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അവസാനത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ശരി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏത് മിനിസ്റ്ററിയുടെ കീഴിലാണ്? മിനിസ്റ്റർ ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പിൻ്റെ കീഴിലാണ്, മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ കീഴിലല്ല. ഓക്കെ, സോ അതാണ് 78th ക്വസ്റ്റ്യൻ പറയുന്നത്. നെക്സ്റ്റ് 79. In 1920, which of the following changed its name to സ്വരാജ് സഭ? ഓക്കെ, 1920 താഴെ പറയുന്ന ഏതാണ് സ്വരാജ് സഭ എന്ന പേര് ചേഞ്ച് ചെയ്തത്? ഫസ്റ്റ് വൺ, ഓപ്ഷൻ എ ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ്, ഓപ്ഷൻ ബി ഹിന്ദു മഹാസഭ, ഓപ്ഷൻ സി സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ, ഓപ്ഷൻ ഡി ദ സെർവൻസ് ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഇതിൽ ഏതാണ്, അല്ലെങ്കിൽ ഏത് ലീഗാണ്, അല്ലെങ്കിൽ ഏത് സഭയാണ് ഇത് സ്വരാജ് സഭയെന്ന് പിന്നീട് ചേഞ്ച് ചെയ്തത് പേര്? ഏതാണ്? എഗെയിൻ നമുക്ക് ഫാക്ട് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് എലിമിനേറ്റ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇതിൽ. അപ്പോൾ ഏതാണ്? അറിഞ്ഞിരിക്കണം, ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗാണ് എന്ത് സ്വരാജ് സഭയായിട്ട് ചേഞ്ച് ആയത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗാണെന്ത് സ്വരാജ് സഭയായിട്ട് 1920 ചേഞ്ച് ആയത്. ഹോം റൂൾ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ആരൊക്കെ ആയിരിക്കും? തിലക്, അതുപോലെ ആനി ബെസന്റ്, ഇവരൊക്കെയാണ് എന്ത് പ്രധാനപ്പെട്ട ആനി ബെസന്റ്. അപ്പോൾ ഇവരൊക്കെയാണ് എന്ത് ഹോം റൂളുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. സോ ഈ തിലകും ആനി ബെസന്റും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ഹോം റൂൾ പ്രസ്ഥാനം 1920 എന്ത് ചെയ്തു? ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ് എന്നുള്ളത് എന്തിലോട്ട് മാറ്റി? സ്വരാജ് സഭയെന്ന് പേര് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഒരു സെൽഫ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായിരുന്നു എന്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹോം റൂളിൻ്റെ. സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നതായിരുന്നു എന്ത് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, തിലക് എവിടെയൊക്കെ ആയിരുന്നു? തിലക് ബെൽഗാം, അതുപോലെ എന്താണ് കർണാടക, മഹാരാഷ്ട്ര, ഈ ഒരു റീജിയനിലായിരുന്നു ഇത് തിലക് കോൺസെൻട്രേറ്റ് ചെയ്തത്. കർണാടക, മഹാരാഷ്ട്ര, ബെൽഗാം. ബട്ട് അതേസമയം ആനി ബെസന്റ് എവിടെയായിരുന്നു? മറ്റ് പ്രദേശങ്ങളിൽ. ഓക്കെ, തിലക് ഇൻക്ലൂഡ് അല്ലാത്ത ബാക്കി പ്രദേശങ്ങളിൽ, അതായത് നമ്മുടെ അടയാർ, മദ്രാസ്, അങ്ങനത്തെ റീജിയനിലും അതുപോലെ ബാക്കി പാർട്സിലൊക്കെ അടയാർ, മദ്രാസ്, ദെൻ അതർ പാർട്സ് ഓഫ് ഇന്ത്യ, അവിടെയായിരുന്നു ഇത് ആനി ബെസന്റ് കോൺസെൻട്രേറ്റ് ചെയ്തത്. 1920 എന്ത് ചെയ്തു? ഗാന്ധിജിയെ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇലക്ട് ചെയ്തു. ഓക്കെ, 1920 ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധിജി ഈ ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറ്റി. സോ ആ ടൈമിൽ എന്ത് ചെയ്തു? ഇതിനെ എന്തുമായിട്ട് INC ആയിട്ട്, ഇൻ്റർനാഷണൽ കോൺഗ്രസ്സുമായിട്ട് മെർജ് ചെയ്യിപ്പിച്ചു. സോ അതിനുശേഷമാണ് എന്ത് സ്വരാജ് സഭ എന്ന് പേര് കൊടുത്തത്. ഓക്കെ, സോ മെർജ് ചെയ്ത് ഇൻ്റർനാഷണൽ കോൺഗ്രസ്സുമായിട്ട് മെർജ് ചെയ്ത് 1920 അതിനുശേഷമാണ് എന്ത് സ്വരാജ് സഭ എന്ന് പേര് വന്നത്. ആ ടൈമിൽ ആരായിരുന്നു പ്രസിഡന്റ് എന്ന് പറയുന്നത്? ഗാന്ധിജി ആയിരുന്നു. ഓക്കെ, സോ അതാണ് ഓൾ ഇന്ത്യ ഹോം റൂളിനെ പറ്റിയുള്ളത്. അപ്പോൾ 1920 ഓൾ ഇന്ത്യ ഹോം റൂളാണ് എന്ത് പേരിലേക്ക് മാറിയത്? സ്വരാജ് സഭ എന്ന പേരിലേക്ക് ചേഞ്ച് ആയത്. ഓക്കെ, സോ ആരായിരുന്നു? തിലക്, ആനി ബെസന്റ് ആയിരുന്നു എന്താ അതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ തിലക് എവിടെയൊക്കെയായിരുന്നു? കർണാടക, മഹാരാഷ്ട്ര, ബെൽഗാം റീജിയനിലായിരുന്നു. ആനി ബെസന്റ് ആ ടൈമിൽ എവിടെയൊക്കെയായിരുന്നു? മദ്രാസ്, അതുപോലെ അടയാർ റീജിയനിലായിരുന്നു. അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഗവൺമെൻറ് ആയിരുന്നു. ബട്ട് 1920 എന്ത് ചെയ്തു? ഗാന്ധിജിയെ പ്രസിഡൻ്റായിട്ട് എടുത്തു. അതിനുശേഷം ഈ ഓൾ ഇന്ത്യ ഹോം റൂളിലേക്ക് ഏതുമായിട്ട് മെർജ് ചെയ്തു? INC ആയിട്ട്, ഇൻ്റർനാഷണൽ കോൺഗ്രസ്സുമായിട്ട് മെർജ് ചെയ്ത്, എന്നിട്ടാണ് അതിൻ്റെ പേര് എന്തിലേക്ക് മാറ്റിയത്? സ്വരാജ് സഭയായിട്ട് മാറ്റിയത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബാക്കി നോക്കുന്നത് ഇപ്പോൾ ഹിന്ദു സഭ, ബാക്കി ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇവിടെ പറയുന്നത് എന്താണ്? ഹിന്ദു മഹാസഭയെ പറ്റി പറയുന്നുണ്ട്. ഹിന്ദു മഹാസഭ എന്ന് വെച്ചാൽ എന്താണ്? ഹിന്ദുക്കളുടെ റൈറ്റ്സിനെ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദുക്കളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക, ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതിൽ 1915 ഇത് ഹിന്ദു മഹാസഭ കൊണ്ടുവന്നത്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ഹിന്ദു കമ്മ്യൂണിറ്റി, അതാണ് ഇത് ഹിന്ദു മഹാസഭയുടെ പറയുന്നത്. ഓക്കെ, ഇതിന് ആദ്യം അറിയപ്പെടുന്ന പേര് സാർവദേശിക, പ്രീവിയസ്ലി ഇതിന് എന്താണ് അറിയപ്പെടുന്നത്? സാർവദേശിക ഹിന്ദു സഭ എന്നാണ് അറിയപ്പെടുന്നത്. സാർവദേശിക ഹിന്ദു സഭ. ഓക്കെ, സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സാർവദേശിക ഹിന്ദു സഭ എന്നറിയപ്പെടുന്നു. ദെൻ 1921 ഏപ്രിൽ എന്താണ് പേര് ചേഞ്ച് ചെയ്തു. ഓക്കെ, 1921 ഏപ്രിലിൽ എൻ്റെ പേര് ചേഞ്ച് ചെയ്തിട്ട് എന്തായി? അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്നാക്കി. ഓക്കെ, ജസ്റ്റ് ഇവിടെ ആയിട്ട് എഴുതാം, താഴെയായിട്ട് എഴുതാം. അഖില ഭാരതീയ ഹിന്ദു മഹാസഭ, അഖിൽ ഭാരതീയ ഹിന്ദു മഹാസഭ. ഓക്കെ, സോ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്നാക്കി. ഏത് വർഷമായിരുന്നു? 1921 ഏപ്രിലാണ്. ഓക്കെ, സോ
ഓക്കെ, സോ അതാണ് ഇത് രണ്ടാമത് പറയുന്നത്, ഹിന്ദു മഹാസഭയെ പറ്റി പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ലിബറേഷൻ ഫെഡറേഷൻ, ലിബറൽ ഫെഡറേഷനെ പറ്റി പറയുന്നുണ്ട്. അത് ആരാണ്? ഇതിനറിയപ്പെടുന്ന വേറെ പേരുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ എന്ന് പറയുന്നതിനേക്കാളും ജസ്റ്റിസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഓക്കെ, കാരണം ഇതിന് ആൾസോ നോൺ ആസ് ജസ്റ്റിസ് പാർട്ടി. ഓക്കെ, ഇതെന്താണ്? മദ്രാസ് പ്രസിഡൻസിയിൽ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു. എവിടെയായിരുന്നു? മദ്രാസിലായിരുന്നു ജസ്റ്റിസ് പാർട്ടി ഉണ്ടായിരുന്നത്. മദ്രാസ് പ്രസിഡൻസിയിൽ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ അല്ലെങ്കിൽ ജസ്റ്റിസ് പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. ദെൻ ഡി വരുന്ന ഏതാണ്? ദി സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. അതാരാണ്? 1905 ഗോഖലെ, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്ത് ചെയ്ത് ഫൗണ്ട് ചെയ്തത്. 1905 ഗോഖലെ ഫൗണ്ട് ചെയ്തതാണ്. എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിൽ പൂനെയിലായിരുന്നു ഫൗണ്ട് ചെയ്തത്. മഹാരാഷ്ട്ര പൂനെ. പൂനെ മഹാരാഷ്ട്രയിൽ വരുന്നത് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. ഇതിൻ്റെ എയിം എന്തായിരുന്നു പറയുന്നത്? അതായത് ബിൽഡ് എ ഡെഡിക്കേറ്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോർ സോഷ്യൽ സർവീസസ്. സോഷ്യൽ സർവീസിന് വേണ്ടി എന്താണ്? ഒരു ഡെഡിക്കേറ്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ജനങ്ങളെ, ഒരു യങ് ജനറേഷനെ, അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ സർവീസിന് വേണ്ടി, അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ചെയ്യാനായിട്ട് എന്താണ് ഒരു കൂട്ടം ആൾക്കാരെ വാർത്തെടുക്കുക. അതായിരുന്നു ഇതിൻ്റെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗാണ് ഇത് പേര് ചേഞ്ച് ചെയ്ത് സ്വരാജ് സഭ ആക്കിയത്. ദെൻ ബാക്കി ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹിന്ദു മഹാസഭ പറഞ്ഞു 1915 സർവദേശി ഹിന്ദു സഭ എന്ന് അറിയപ്പെടുന്നു. അതെന്താണ്? 1921 എന്താണ് അഖിൽ ഭാരതീയ ഹിന്ദു മഹാസഭയായിട്ട് മാറ്റി. ദെൻ സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ പറയുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു പേരാണ് ജസ്റ്റിസ് പാർട്ടി. മദ്രാസ് പ്രസിഡൻസിലായിരുന്നു ഇത് കൂടുതൽ ഉണ്ടായിരുന്നത്. ദെൻ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 ആരായിരുന്നു? ഗോഖലെയാണ് സ്ഥാപിച്ചത്. മഹാരാഷ്ട്രയിലായിരുന്നു. ഓക്കെ, മഹാരാഷ്ട്രയിൽ പൂനെയിലായിരുന്നു. ദെൻ എന്തായിരുന്നു അവരുടെ എയിം എന്ന് പറയുന്നത്? സോഷ്യൽ സർവീസിന് വേണ്ടി എന്താണ് ഒരു കൂട്ടം ജനങ്ങളെ പ്രാപ്തരാക്കി എടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരു കൂട്ടം ജനങ്ങളെ ഫൗണ്ട് ചെയ്യുക. അതായിരുന്നു ഏത്? ഈ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ പറയുന്നത്. ഓക്കെ, സോ അതാണ് 79ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ് ബാക്കി അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷനിലെ കാര്യങ്ങളോട് നോക്കി വയ്ക്കുക. ഓക്കെ, മേ ബി നെക്സ്റ്റ് ഇയർ എന്തായിരിക്കും അതായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ് ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ എന്തായിരിക്കും ഹിന്ദു മഹാസഭയെ പറ്റിയാലും ചോദിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയും എന്താണ് ചെറിയൊരു ഐഡിയ നമ്മൾ നോക്കിയെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 80. വിച്ച് among the following events happened earlier? ഓക്കെ, ഇതിൽ ഏത് ഇവൻ്റാണ് ഇത് ആദ്യം നടന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്വാമി ദയാനന്ദ് എസ്റ്റാബ്ലിഷ്ഡ് ആര്യ സമാജ്. ദയാനന്ദ് സരസ്വതി എന്താണ് ആര്യ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഏത് വർഷമാണ്? 1875 നമുക്ക് ഇയർ അറിഞ്ഞിരുന്നാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, 1875 എന്ത് ആര്യ സമാജ്, സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ അത് ഫസ്റ്റ് എന്ന് 1875. സെക്കൻഡ് പറയുന്നത് എന്താണ്? ദീനബന്ധു മിത്ര റോഡ് നീൽ ദർപ്പൺ. ഓക്കെ, നീൽ ദർപ്പൺ എഴുതിയത് അത് ഏത് വർഷമായിരുന്നു? 1858-59 ടൈമിലാണ് ഏത് നീൽ ദർപ്പൺ എഴുതിയത്. ഓക്കെ, ദീനബന്ധു മിത്ര നീൽ ദർപ്പൺ എഴുതിയത് എന്താണ്? 1858-59 ടൈമിലാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബങ്കിം ചന്ദ്ര ചട്രോപാധ്യായ റോഡ് ആനന്ദമത് എഴുതിയത് എന്താണ്? 1882 ആനന്ദമത് എഴുതിയത്. സോ 1882 ആനന്ദമത് എഴുതിയത്. ദെൻ ലാസ്റ്റ് വരുന്ന ഏതാണ്? സത്യേന്ദ്രനാഥ് ടാഗോർ ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു സക്സീഡ് ഇൻ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ. അത് ഏത് വർഷമായിരുന്നു? അത് 1863. 1863 സത്യേന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സായത്. ഓക്കെ, സോ അപ്പോൾ ഇതിൽ ചോദിച്ചത് എന്താണ്? വിച്ച് among the following events happened earliest ഏറ്റവും ആദ്യം നടന്ന എന്നാണ് ചോദിച്ചത്. ഏതായിരിക്കും? അപ്പോൾ നമുക്ക് അറിയാം ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏത്? ദീൻ ബന്ധു മിത്ര നീൽ ദർപ്പൺ എഴുതിയത്. അതാണ് ഇത് ആൻസർ വരുന്നത്. കാരണം 1858-59 ബാക്കിയെല്ലാം പിന്നെ വരുന്നത് 63 സത്യേന്ദ്രനാഥ് ടാഗോർ, ദെൻ 75 ആര്യ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്ത്, ദെൻ ലാസ്റ്റ് ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ ആനന്ദമത് എഴുതി. ഓക്കെ, സോ ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ദീൻ ബന്ധു മിത്ര റോഡ് നീൽ ദർപ്പൺ. അത് നമുക്ക് എന്താണ് ഇയർ അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ മോഡേൺ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ നമ്മൾ ജസ്റ്റ് നോക്കി വയ്ക്കുക. ഓക്കെ, ഇതിപ്പോൾ എന്താണ് നമ്മുടെ ഒരു 1857 മുതൽ ഏകദേശം എന്താണ് ഒരു 1947 വരെയുള്ള ഇയറോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സും കാര്യങ്ങളും എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും കൂടുതൽ നമുക്ക് ചോദിക്കാനുള്ള ചാൻസ്. അപ്പോൾ ആ ടൈമിലുണ്ടായിരുന്ന ഓർഗനൈസേഷൻസ് അത് ഫൗണ്ടായത്, അതുപോലെ എന്താണ് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സത്യാഗ്രഹങ്ങൾ കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് 81. Which of the following is or are the possible consequences of heavy sand mining in river beds? So heavy sand mining in the causes എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത്. First one, decreased salinity in the river. Second one, pollution of groundwater. Then third one, lowering of the water table. Select the correct answer using the given code below.
ഓപ്ഷൻ എ 1 ഓൺലി, ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 1 and 3 ഓൺലി, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആർ ദ ഫോളോയിങ് ആർ ദ പോസിബിൾ കോൺസിക്വൻസസ് ഓഫ് ഹെവി സാൻഡ് മൈനിങ്. ഹെവി സാൻഡ് മൈനിങ് ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഡിക്രീസ്ഡ് സലൈനിറ്റി ഇൻ ദ റിവർ. റിവറിലെ സലൈനിറ്റി ഡിക്രീസ് ആവുമെന്ന് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം നോർമലി എന്താണ്, ഇപ്പോൾ റിവർ ബെഡിൽ നിന്ന് എന്താണ് സാൻഡ് മൈൻ ചെയ്യുന്നു. ഓക്കെ, സാൻഡ് മൈനിങ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ആ റിവർ ബെഡ് ഡീപ്പൻ ആവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് റിവർ മൗത്ത് എൻലാർജ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റിവർ ബെഡ് ഡീപ്പൻ ഓർ റിവർ ബെഡ് ഡീപ്പൻ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? റിവർ മൗത്ത് എൻലാർജ്ഡ് ആവും. ഓക്കെ, സോ റിവർ മൗത്ത് എൻലാർജ്ഡ് ആയി. അപ്പോൾ നോർമലി എന്തായിരിക്കും? ഈ റിവർ മൗത്ത് എൻലാർജ്ഡ് ആയി പോയാൽ എന്തായിരിക്കും? സീ വാട്ടർ വേണമെങ്കിൽ എന്താണ് ഫ്ലോ ചെയ്യാനുള്ള ആ ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ, കാരണം എന്താണ്? ഇത് റിവർ ഇങ്ങനെ വലുതായിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യും? അത് പിന്നീട് എന്താണ് സീയുമായിട്ട് മിങ്കിൾ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സീ വാട്ടറിന് എന്താണ് അതിലേക്ക് എന്താണ് വരാനായിട്ട് അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാനുള്ള ആ ടെൻഡൻസി കൂടും. സീ വാട്ടർ ക്യാൻ ഫ്ലോ ഫർദർ ഐലൻഡ്. സോ സീ വാട്ടർ ക്യാൻ ഫ്ലോ ഫർദർ ഇൻലാൻഡ്. അപ്പോൾ ഇൻലാൻഡിലേക്ക് എന്താണ് സീ വാട്ടറിന് ഫ്ലോ ചെയ്യാൻ പറ്റും. നോർമലി സീ വാട്ടർ വന്നാൽ അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവിടെ സലൈനിറ്റി കൂടും, ഹൈ സലൈനിറ്റി. സോ നോക്കി, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ നമുക്ക് ആദ്യം നിന്ന് തെറ്റാണെന്ന് മനസ്സിലായിക്കൂടെ? കാരണം ഇവിടെ പറയുന്നത് എന്താണ്? ഡിക്രീസ്ഡ് സലൈനിറ്റി റിവർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളൊരു ജനറൽ അവയർനെസ് അത് വെച്ച് മാത്രം നമുക്ക് നോക്കി അതിൻ്റെ ആൻസർ കിട്ടാവുന്നതാണ്. കാരണം സാൻഡ് മൈനിങ് ചെയ്യുന്നു, അപ്പോൾ എന്താണ് റിവർ ബെഡ് ഡീപ്പൻ ആവുന്നു, അല്ലെങ്കിൽ എന്താണ് റിവറിൻ്റെ മൗത്ത് എൻലാർജ്ഡ് ആവുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അത് സീ വാട്ടറുമായിട്ട് എന്താണ് അടുത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടും. സോ അതുകൊണ്ട് എന്താണ് സീ വാട്ടർ ഇൻലാൻഡിലേക്ക് എന്താണ് ഫ്ലോ ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ട് എന്താണ് സലൈനിറ്റി കൂടുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതിൽ നിന്ന് നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കുമേ. അപ്പോൾ എ പോയി, സി പോയി, അതുപോലെ ഡിയും പോയി. അതിൽ നിന്ന് നമുക്ക് എന്താണ് ആൻസർ ഓൾറെഡി കിട്ടി. ആൻസർ ആയിരിക്കും ഓപ്ഷൻ ബി ആണ്, 2 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്താണ് ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകൾ അറിഞ്ഞുകൂടെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ബാക്കി നമുക്ക് ആൻസർ കിട്ടും അതിൽ നിന്ന്. അപ്പോൾ അതാണ് ഫസ്റ്റ് പറയുന്നത്. ദെൻ ഇൻ സെക്കൻഡ് നോക്കി, പൊല്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, പൊല്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടറാണ് പറയുന്നത്. അതെങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? ഇപ്പോൾ എന്താണ് സാൻഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ റിവറിന് നോർമലി എന്താണ് ഒരു ഫിൽറ്റർ പോലെയാണ് ചെയ്യുന്നത് സാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സാൻഡ് യൂഷ്വലി ഇറ്റ് ആക്ട് ആസ് എ ഫിൽറ്റർ ടു വാട്ടർ. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താണ് ഇത് സാൻഡ് എന്താണ് റിമൂവ് ചെയ്യുന്ന ടൈമിൽ, ഓക്കെ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ റിവറിൽ നിന്ന് എന്താണ് സാൻഡ് റിമൂവ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? നോർമലി അവിടെ ഒരുപാട് മെഷീൻസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ മെഷീൻസ് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ കെമിക്കൽസോ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ കാരണം എന്താണ് ഈ വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് അത് ഒരു കാരണം, പൊല്യൂഷന് കാരണമാകും. അതുകൂടാതെ എന്താണ് സാൻഡ് ഒരു നാച്ചുറൽ ഫിൽറ്റർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാൻഡിനെ മാറ്റിക്കൊണ്ടിരുന്നത് എന്താണ് ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. സോ അതും എന്താണ് ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷനായിട്ട് കാരണമാകും. അപ്പോൾ ഓൾറെഡി 2 കാരണങ്ങൾ അവിടെ ഇപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം എന്താണ് സാൻഡ് മൈനിങ് കാരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ പൊല്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ സാൻഡ് മൈനിങ്ങിൻ്റെ ഒരു കോസാണ്. മൂന്നാമത് പറയുന്ന ലോവറിങ് ഓഫ് ദ വാട്ടർ ടേബിൾ. കാരണം ഇതിങ്ങനെ എന്താണ് ഒരു ഏരിയയിൽ നിന്നാണ് സാൻഡ് എടുത്തുകൊണ്ട് വന്നാൽ അവിടുത്തെ ആ ഒരു വിഡ്ത്തൊക്കെ ഇൻക്രീസ് ചെയ്യുകയും അവിടെ ഇത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ചുറ്റുമുള്ള വാട്ടർ ബോഡീസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം അത് വലിച്ചെടുക്കും. അപ്പോൾ സറൗണ്ടിങ് ഏരിയയിൽ നിന്നാണ് വെള്ളം വരും. സോ അതുകൊണ്ട് എന്താണ് ലോവറിങ് ഓഫ് ദ വാട്ടർ ടേബിൾ ഇൻ ദ സറൗണ്ടിങ് ഏരിയ. അത് എന്താണ് ശരിയാണ്. സറൗണ്ടിങ് ഏരിയയിലെ വാട്ടർ ടേബിൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോവർ ആവുന്നുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സലൈനിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആവുകയല്ല ചെയ്യുന്നത്, പകരം എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം റിവർ മൗത്ത് ഡീപ്പൻ ആയാൽ അതെന്താണ് സീ വാട്ടറുമായിട്ട് മിങ്കിൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ആയാൽ എന്താണ് സലൈനിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 and 3 ഓൺലി. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു എലിമിനേഷൻ ട്രിക്ക് വഴി എന്താണ് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് 82. With reference to agricultural soil, consider the following statement. A high content of organic matter in soil drastically reduces its water holding capacity. Second one, soil does not play any role in sulfur cycle. Third statement, irrigation over a period of time can contribute to the salination of some agricultural land. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്?
എ ഹൈ കണ്ടന്റ് ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ സോയിൽ ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ഇറ്റ്സ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. ഓക്കെ, അതായത് സോയിലിൽ ഒരു ഹൈ കണ്ടന്റ് ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ അതെന്താണ് സോയിലിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നമുക്കറിയാം നോർമലി എന്താണ് ഹൈ കണ്ടന്റ് ഓർഗാനിക് മാറ്റർ, ഇപ്പോൾ സോയിലിൽ എന്താണ് ഹൈ കണ്ടന്റ് ഓർഗാനിക് മാറ്റർ ഉണ്ട്, ഹൈ കണ്ടന്റ് ഓർഗാനിക് മാറ്റർ. ഓക്കെ, സോ ഈ ഹൈ കണ്ടന്റ് ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്, അത് ഒരു സ്പോഞ്ച് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സോയിലിൻ്റെ മുകളിൽ എന്താണ് ഹൈ കണ്ടന്റ് ഓർഗാനിക് മാറ്റർ ഇട്ടാൽ അത് എന്ത് പോലെയാണ് ആക്ട് ചെയ്യുന്നത്, ഒരു സ്പോഞ്ച് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പോഞ്ച് പോലെ എന്താണ് ആക്ട് ചെയ്യുന്നുണ്ട്, ആക്ട് ലൈക്ക് എ സ്പോഞ്ച്. സോ അങ്ങനെ ഒരു സ്പോഞ്ച് പോലെ ആക്ട് ചെയ്താൽ എന്തായിരിക്കും നോർമലി ഉണ്ടാകുന്നത്, വാട്ടറിനെ ഹോൾഡ് ചെയ്യുകയാണോ റിലീസ് ചെയ്യുകയാണോ ചെയ്യുന്നത്. കാരണം സ്പോഞ്ച് എപ്പോഴും എന്താണ് വാട്ടറിനെ അബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആ സോയിലിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്താണ് ചെയ്യുന്നത്, ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്താണ് ചെയ്യുന്നത്, ഇൻക്രീസ് ആണ് ആവുന്നത്. ഓക്കെ, സോ സോയിലിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈ കണ്ടന്റ് ഓർഗാനിക് മാറ്റർ സോയിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതൊരു സ്പോഞ്ച് പോലെ ആക്ട് ചെയ്യും. അങ്ങനെ സ്പോഞ്ച് പോലെ ആക്ട് ചെയ്ത് തന്നെയാണ് വാട്ടറിൻ്റെ ആ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അത് തെറ്റാണ്. ഓക്കെ, സോ ഒന്ന് തെറ്റാണെങ്കിൽ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം, അഗെയിൻ വീണ്ടും എന്താണ് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്തതോടെ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ബി 3 ഓൺലി ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റായിരിക്കും. സോയിൽ ഡസ് നോട്ട് പ്ലേ എനി റോൾ ഇൻ ദ സൾഫർ സൈക്കിൾ. സോയിൽ എന്താണ് സൾഫർ സൈക്കിളിൽ ഒരു റോളും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അതും അപ്പോൾ എന്താണ് തെറ്റാണ്. കാരണം സൾഫർ സൈക്കിളിൽ എന്താണ് സോയിലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എഗെയിൻ എന്താണ് നമുക്കിവിടെ എലിമിനേഷൻ ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ബാക്കി ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്റർ സോയിൽ ഓർഗാനിക് മാറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നില്ല, പകരം എന്താണ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ സോയിൽ ഡസ് നോട്ട് പ്ലേ എനി റോൾ ഇൻ സൾഫർ സൈക്കിൾ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, സോയിൽ എന്താണ് സൾഫർ സൈക്കിളിൽ ഇമ്പോർട്ടൻറ്റ് ഇതുണ്ട്. സോയിലായാലും പ്ലാന്റ് മാറ്റേഴ്സ് ആയാലും അറ്റ്മോസ്ഫിയർ ആയാലും ഇതെല്ലാം എന്താണ് സൾഫർ സൈക്കിളിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ദെൻ മൂന്നാമത് പറയുന്നത് എന്താണ്, ഇറിഗേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം ക്യാൻ കോൺട്രിബ്യൂട്ട് ടു സലൈനേഷൻ ഓഫ് സം അഗ്രികൾച്ചർ ലാൻഡ്. അതെങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്നെങ്കിൽ, ഓക്കെ നോക്കിക്കോ, നമ്മളെന്താണ് ഒരു ഇതെന്താണ് ഇറിഗേഷൻ ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് എന്താണ് ഇറിഗേറ്റ് ചെയ്യുകയാണ്, റിപ്പീറ്റഡ് ഇറിഗേഷൻ. റിപ്പീറ്റഡ് ഇറിഗേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, വാട്ടർ പ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതുപോലെ എന്താണ് ഇവാപ്പറേഷൻ വഴി എന്താണ് പോവുകയും ചെയ്യുന്നുണ്ട്. ഇവാപ്പറേഷൻ വഴി എന്താണ് വെള്ളം പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുറച്ച് എമൗണ്ട് ഓഫ് സോൾട്ട് അവിടെ തന്നെ എന്താണ് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്. എപ്പോഴും എന്താണ് ഇത്രയും വെള്ളം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അതിൽ ബാക്കി എന്താണ് കുറച്ച് എമൗണ്ട് സോൾട്ട് എന്താണ് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്. അപ്പം നമ്മൾ നോർമലി എന്താണ് ഇതിൻ്റെ അളവ് കൂട്ടുമ്പോൾ, അതായത് വെള്ളം എന്താണ് ഓവർ ഇറിഗേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ സോൾട്ട് ഡെപ്പോസിറ്റിൻ്റെ അളവ് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. ഓക്കെ, സോൾട്ട് ഡെപ്പോസിറ്റിൻ്റെ അളവ് ഇൻക്രീസ് ആവും. അതെന്താണ് സോൾട്ട് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുറക്കും. ബട്ട് എന്നിട്ട് എപ്പോഴെങ്കിലും എന്താണ് ഈ ഒരു പ്രോസസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വെള്ളം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്താണ് പിന്നെ എന്ത് സംഭവിക്കും, അവിടെ വാട്ടറിൻ്റെ കുറവുണ്ടാവുകയും സോൾട്ട് എന്താണ് അധികമാവുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആ സോയിലിൻ്റെ സലൈനേഷൻ അല്ലെങ്കിൽ സോൾട്ട് കണ്ടന്റ് എന്താണ് ഇൻക്രീസ് ആവും. ഓക്കെ, സോ ഓവർ ദ ടൈം സോൾട്ട് എന്താണ് ആ സോയിലിൽ അക്യുമുലേറ്റ് ആയി മാറും. ഓക്കെ, സോ അതുകൊണ്ടാണ് എന്ത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായത്. ആൻസർ അപ്പോൾ ഏതാണ്, ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 83. The Partnership for Action on Green Economy, page, a UN mechanism to assist countries' transition towards a greener and more inclusive economies emerged at option A, the Earth Summit on Sustainable Development 2002, Johannesburg, the United Nations Conference on Sustainable Development 2012, Rio de Janeiro. Option C, the United Nations Framework Convention on Climate Change 2015, Paris. And option D, the World Sustainable Development Summit 2016, New Delhi. അപ്പോൾ ഇതിൽ ഏതിനാണ് എന്ത് പാർട്ട്ണർഷിപ്പ് ഫോർ ആക്ഷൻ ഓൺ ഗ്രീൻ എക്കോണമി അല്ലെങ്കിൽ പേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇറ്റ്സ് ആൻ UN മെക്കാനിസം ടു അസിസ്റ്റ് കൺട്രീസ് ട്രാൻസിഷൻ ടുവേർഡ്സ് ഗ്രീനർ ആൻഡ് മോർ ഇൻക്ലൂസീവ് എക്കണോമീസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ആൻസർ എഴുതാനായിട്ട് പറ്റുള്ളൂ. ആൻസർ ഏതാണ്, ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 2012, റിയോ ഡി ജനീറോ. ഇത് നമ്മൾ മറ്റൊരു പേരിലും അറിയപ്പെടുന്നത് റിയോ +20 എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ ഒരു കോൺഫറൻസിനെയാണ്, റിയോ +20.
20. ഓക്കെ, സോ അതേതാണ് ഈ UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 2012 പറയുന്നത്. ഓക്കെ, സോ ഇത് ഈ ഒരു ഇതാണ് ഇത് പറയുന്നത് ഈ പേജ് എന്ന് പറയുന്നത്, അതായത് പാർട്ട്ണർഷിപ്പ് ഫോർ ആക്ഷൻ ഓൺ ഗ്രീൻ എക്കോണമി എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസം കൊണ്ടുവന്നത്. എമേർജർ ആയത് ഏത് ഡിസ്കഷനിലൂടെയാണ്, ഏത് കോൺഫറൻസിലൂടെയാണ്? UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 2012 റിയോ ഡി ജനീറോ. അപ്പോൾ എന്താണ്, അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. Rio+20 എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു എന്താണ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിഞ്ഞിരിക്കണം അത് ഏതിൽ നിന്നാണ് വന്നതെന്ന്. അതുപോലെ എന്താണ് ഇതുപോലെ ഉണ്ടാകുന്ന മറ്റ് ബോഡീസ് അല്ലെങ്കിൽ എന്താണ് മറ്റ് പുതിയ പുതിയ മെക്കാനിസംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് 83-84 പോവാം. 3D printing has applications in which of the following? First one, preparation of confectionery items. Second one, manufacturing of bionic ears. Third, automotive industry. Fourth, reconstructive surgeries. Fifth, data processing technologies. അപ്പോൾ ഇതിൽ ഏതാണ് 3D പ്രിൻറ്റിങ്? ഓക്കെ, 3D പ്രിൻറ്റിങ് ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്നാണ് വെച്ചേക്കുന്നത്. നോർമലി നമുക്ക് എന്താണ് ജസ്റ്റ് ആലോചിച്ചാൽ മനസ്സിലാവും എല്ലാ കാര്യത്തിലും എന്താണ് 3D പ്രിൻറ്റിങ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് എന്താണ് പ്രിപ്പറേഷൻ ഓഫ് കോൺഫിഗറേഷൻ ഐറ്റംസ് ആയാലും, മാനുഫാക്ചറിങ് ഓഫ് ബയോണിക് ഇയേഴ്സ് ആയാലും, ഓട്ടോമേറ്റീവ് ഇൻഡസ്ട്രീസ് ആയാലും, അല്ലെങ്കിൽ ഡേറ്റ പ്രോസസിംഗ് ടെക്നോളജി ആയാലും, റീകൺസ്ട്രക്റ്റീവ് സർജറീസ് ആയാലും. കാരണം ഈ 3D പ്രിൻറ്റിങ്ങിന് എന്താണ് ഒരു വൈഡ് റേഞ്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആവാനുള്ള ചാൻസ് എന്താണ് വളരെ കൂടുതലാണ്. സോ ആ ഒരു ബേസിക് നോളജ് നമ്മൾ ആൻസർ ചെയ്ത് എന്താണ് ഓപ്ഷൻ ഏതായിരിക്കും? ആൻസർ ഡി ആയിരിക്കും. എല്ലാം എന്താണ് ആൻസർ 1, 2, 3, 4, 5 ആയിരിക്കും. ഓക്കെ, അതായത് എന്താണ് ഒരു കൺസ്ട്രക്ഷൻ മുതൽ മെഡിക്കൽ പർപ്പസ് വരെയുള്ള എന്ത് കാര്യത്തിലാണ് നമുക്ക് എന്താണ് 3D പ്രിൻറ്റിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒട്ടുമിക്ക ഫീൽഡിലും എന്താണ് 3D പ്രിൻറ്റിങ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് എന്താണ് എല്ലാ ആൻസറും ശരിയാണ്. ഇത് കൂടാതെ നമുക്ക് എന്താണ് ഇപ്പോൾ മാരിടൈം ഇൻഡസ്ട്രിയിൽ, ഓക്കെ, അതുപോലെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ, ബ്രോഡ്കാസ്റ്റിംഗിൽ ഇതിലെല്ലാം നമുക്ക് എന്താണ് 3D പ്രിൻറ്റിങ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതാണ് 84. അതൊരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 85. Consider the following statement. The Barren Island volcano is an active volcano located in the Indian territory. Second one, Barren Island lies about 140 km east to Great Nicobar. Third statement, the last time the Barren Island volcano erupted was in 1991 and it has remained inactive since then. Which of the following statement given above are correct? First option A 1 only, option B 2 and 3, option C 3 only, option D 1 and 3. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ദ ബാരൻ ഐലൻഡ് വോൾക്കാനോ ഇസ് ദ ആക്റ്റീവ് വോൾക്കാനോ ലൊക്കേറ്റഡ് ഇൻ ദ ഇന്ത്യൻ ടെറിട്ടറി. അതായത് ഇന്ത്യയിൽ തന്നെ എന്താണ് ഒരേ ഒരു ആക്റ്റീവായിട്ടുള്ള അഗ്നിപർവ്വതം അല്ലെങ്കിൽ ഒരേ ഒരു ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോ മാത്രമേ ഉള്ളൂ. അത് ഏതാണ്? ബാരൻ ഐലൻഡ് ആണ്. നമുക്കറിയാം ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിൽ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ. ഒരേ ഒരു ഇന്ത്യയിൽ തന്നെയല്ല സൗത്ത് ഏഷ്യയിൽ തന്നെ എന്താണ് സൗത്ത് ഏഷ്യയിൽ തന്നെ ഒരേ ഒരു ആക്റ്റീവ് അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ ഐലൻഡാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാൻ നിക്കോബർ ഐലൻഡിലാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ലൊക്കേഷൻ 140 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് ഗ്രേറ്റ് നിക്കോബർ എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് ഇത് ഏകദേശം 140 കിലോമീറ്റർ ഓഫ് നോർത്ത് ഈസ്റ്റ് പോർട്ട് ബ്ലെയറിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പോർട്ട് ബ്ലെയറിന് നോർത്ത് ഈസ്റ്റ് ആയിട്ട് ഏകദേശം 140 കിലോമീറ്റർ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, 150 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് ഓഫ് പോർട്ട് ബ്ലെയർ ആണ്. അപ്പോൾ എന്താണ് 150 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് ഗ്രേറ്റ് നിക്കോബർ അല്ല. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത് പറയുന്നത് എന്താണ്? The last time the Barren Island volcano erupted was in 1991 and it has remained inactive since then. ഓക്കെ, ലാസ്റ്റ് ടൈം ഇറപ്റ്റ് ആയത് 1991 എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. കാരണം നമുക്കറിയാം റീസെൻ്റ്ലി എന്താണ് 2017 തന്നെ എന്ത് ഇറപ്റ്റ് ആയിട്ടുണ്ട്. ഇത് ബാരൻ ഐലൻഡ് ന്യൂസൊക്കെ എന്താണ് ആ ഒരു ടൈമിലുണ്ടായിരുന്നു. ഓക്കെ, കാരണം 2018 ക്വസ്റ്റ്യൻ ആണിത്. 2017 ഇത് ഇറപ്റ്റ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. 2017 ഇത് ഇറപ്റ്റ് ആയിട്ടുണ്ട്. സോ അത് നമ്മൾ അന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അറിയാൻ പറ്റും. അതുകൂടെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് 2025 എന്താണ് ചെറിയ ഇറപ്റ്റ് ആയില്ലെങ്കിൽ എന്താണ് ചെറിയ അനക്കങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് ബാരൻ ഐലൻഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് 2025. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. എന്തായാലും ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാണെന്ന് അറിയാം. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണെന്ന് അറിയാം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് അറിയുമ്പോൾ തന്നെ എന്താണ് ബാക്കി 3 ഓപ്ഷൻസും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എഗെയിൻ എന്താണ് ആൻസർ 1 only ആയിരിക്കും. ഓക്കെ, ഒന്ന് എന്തായാലും ബാരൻ ഐലൻഡ് ഇന്ത്യയിലാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൂടെ എന്താണ് അത് ലാസ്റ്റായിട്ട് ഇറപ്റ്റ് ചെയ്തത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 2017 മനസ്സിലാവും. ആ ടൈമിൽ ന്യൂസ് ഉണ്ടായിരുന്നു 2017 ഇത് ഇറപ്റ്റ് ആയപ്പോൾ. സോ അതുകൊണ്ട് എന്താണ് അതും ശരിയാണെന്ന് മനസ്സിലാവും. സോ അപ്പോൾ ബാക്കി അത് തെറ്റാണെന്ന് മനസ്സിലാവും. അപ്പോൾ എന്താണ് ആ 3 ഓപ്ഷൻസ് നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ എ ആയിരിക്കും, 1 only ആയിരിക്കും. ഓക്കെ, സോ അതാണ് എന്ത് ബാരൻ ഐലൻഡിനെ പറ്റി പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. കാരണം 2025 എന്താണ് മൈനർ ആക്ടിവിറ്റീസൊക്കെ ബാരൻ ഐലൻഡിൽ നടന്നിട്ടുണ്ട്. ബട്ട് എന്താണ് അത് ഇറപ്റ്റ് ആയിട്ടില്ല.
ഓക്കെ, സോ അതാണ് 85th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 86th ക്വസ്റ്റ്യനിലോട്ട് പോകാം. വൈ ഈസ് പ്ലാന്റ് കാൾഡ് പ്രോസ്പോയിസ് ജൂലിഫോറ ഓഫൻ മെൻഷൻഡ് ഇൻ ദ ന്യൂസ്? ഓക്കെ, അപ്പോൾ എന്താണ് ഒരു പ്ലാന്റ് സ്പീഷീസിനെ പറ്റി പറയുകയാണ്. ഏതാണ്? പ്രോസോപ്പിസ് ജൂലിഫ്ലോറ. അത് ന്യൂസിൽ പറഞ്ഞിട്ടുള്ള പ്ലാന്റ് സ്പീഷീസ് ആണ്. അപ്പോൾ ഇതിനെ പറ്റി ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, ഇറ്റ്സ് എക്സ്ട്രാക്ട് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ കോസ്മെറ്റിക്സ്. ഓപ്ഷൻ ബി, ഇറ്റ് ടെൻഡ്സ് ടു റെഡ്യൂസ് ദ ബയോഡൈവേഴ്സിറ്റി ഇൻ ഏരിയാസ് ഇൻ വിച്ച് ഇറ്റ് ഗ്രോസ്. ഓപ്ഷൻ സി, ഇറ്റ്സ് എക്സ്ട്രാക്ട് ഈസ് യൂസ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് പെസ്റ്റിസൈഡ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഓക്കെ, സോ ഇതിൽ ഓപ്ഷൻ ഡി വരാനുള്ള ചാൻസ് എന്താണ് വളരെ കുറവായിരിക്കും. കാരണം UPSC എന്താണ് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിലേ അതെന്താണ് അതിൻ്റെ ഓപ്ഷൻ ആണെങ്കിൽ കൊടുത്തേക്കും. ഓക്കെ, നോർമലി ഈ ഒരു 3 ഓപ്ഷനിൽ ഏതെങ്കിലും ആയിരിക്കും. ഈ നൺ ഓഫ് ദ എബോവ് എന്താണ് വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, നമ്മൾ അതൊരു ജനറൽ ഇതായിട്ട് എടുക്കുക. എല്ലാ പ്രാവശ്യവും ശരിയാവണമെന്നില്ല. ബട്ട് എന്താണ് UPSC അവരുടെ ഒരു മൈൻഡ് വെച്ച് നോക്കുന്നത് എന്താണ് അങ്ങനെ നൺ ഓഫ് ദ എബോവ് ഇതുപോലുള്ള അതായത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുക വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി first one, its extract is widely used in cosmetics. Then it tends to reduce the biodiversity in area in which it grows, and its extract is used in the synthesis of pesticide. Again എന്താണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. ന്യൂസിലുണ്ടായിരുന്നതാണ്. ഓക്കെ, സോ ഈ പ്രോസോപ്പിസ് ജൂലിഫോറ എന്ന് പറയുന്നത് എന്താണ് ഒരു ഇൻവേസീവ് സ്പീഷീസ് ആണ്. ഇൻവേസീവ് സ്പീഷീസ് ആണ്. ഇതിൻ്റെ നേറ്റീവ് എന്ന് പറയുന്നത് മെക്സിക്കോ, അതുപോലെ സൗത്ത് അമേരിക്ക, കരീബിയൻ ഐലൻഡ്സ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ നേറ്റീവ് എന്ന് പറയുന്നത്. സോ ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ നിന്ന് കിട്ടും. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. കാരണം ഇത് ടെൻസ് ടു റെഡ്യൂസ് ദ ബയോഡൈവേഴ്സിറ്റി ഇൻ ഏരിയ ഇൻ വിച്ച് ദി ഗ്രോസ്. ഓക്കെ, അത് നിൽക്കുന്ന ആ ഒരു ഏരിയയിലെ ബയോഡൈവേഴ്സിറ്റി എന്താണ് അത് നശിപ്പിക്കും. സോ അതാണ് ഇത് ഇൻവേസീവ് സ്പീഷീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ടെൻസ് ടു റെഡ്യൂസ് ദ ബയോഡൈവേഴ്സിറ്റി ഇൻ ദ ഏരിയ ഇൻ വിച്ച് ഇറ്റ് ഗ്രോസ്. ഓക്കെ, സോ അതാണ് ഇതിൽ പറയുന്നത്. 86th ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 87, മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് കോറൽ റീഫ്സ് ആർ ഇൻ ട്രോപ്പിക്കൽ വാട്ടേഴ്സ്. സെക്കൻഡ് വൺ, മോർ ദാൻ 1/3 ഓഫ് ദ വേൾഡ്സ് കോറൽ റീഫ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ടെറിട്ടറീസ് ഓഫ് ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ ആൻഡ് ഫിലിപ്പീൻസ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, കോറൽ റീഫ്സ് ഹോസ്റ്റ് ഫാർ മോർ നമ്പർ ഇൻ ആനിമൽ ഫൈല ദാൻ ദോസ് ഹോസ്റ്റഡ് ബൈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. Which of the following statements given above are correct? Option A, 1 and 2 only. Option B, 3 only. Option C, 1 and 3 only. Option D, 1, 2 and 3. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? കോറൽ റീഫിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ് കോറൽ റീഫിന്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് കോറൽ റീഫ് ആർ ഇൻ ട്രോപ്പിക്കൽ വാട്ടേഴ്സ്. കാരണം എന്താണ് നമുക്കറിയാം 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിനും ഇടയ്ക്കാണ് കൂടുതലും കോറൽ റീഫ്സ് കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് എന്തായിരിക്കും നോർമലി ട്രോപ്പിക്കൽ വാട്ടേഴ്സിൽ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. കോറൽ റീഫ്സ് നോർമലി കാണുന്നത് 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിന് ഇടയ്ക്കായിരിക്കും, അതായത് അത് ട്രോപ്പിക്കൽ വാട്ടേഴ്സിലായിരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ എന്താണ് ശരിയാണ്. നമുക്ക് ഇപ്പോൾ കോറൽ റീഫ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ടെമ്പറേച്ചർ കണ്ടീഷൻ എത്രയാണ്? ഏകദേശം 22 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. 22 ഡിഗ്രി സെൽഷ്യസ് ടു 22 ഡിഗ്രി ടു 30 ഡിഗ്രിയാണ് എന്ത് അവിടെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് വാട്ടറിൻ്റെ ഡെപ്ത് should not exceed 200 meter. ഓക്കെ, 200 മീറ്ററിൻ്റെ കൂടാനായിട്ട് പാടില്ല അതിൻ്റെ ഡെപ്ത്. അതുകൂടാതെ എന്താണ് സലൈനിറ്റിയിലുണ്ട്. സലൈനിറ്റി എത്രയായിരിക്കും? ആവറേജ് സലൈനിറ്റി എന്ന് പറയുന്നത് ഏകദേശം 27 to 40% ആയിരിക്കണം. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഒരു ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ കോറൽ റീഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് 10 ഡിഗ്രി നോർത്ത് 10 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിന് ഇടയിലായിരിക്കും. 22 ഡിഗ്രി ടു 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അവരുടെ ടെമ്പറേച്ചർ ആവശ്യമുള്ളത്. ദെൻ ഡെപ്ത് എത്ര ആവാൻ പാടില്ല? 200 മീറ്ററിൽ എക്സീഡ് ആവാൻ പാടില്ല. ആൻഡ് ആൾസോ സലൈനിറ്റി ആവറേജ് സലൈനിറ്റി ബിറ്റ്വീൻ 27 to 40% ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്തൊരു ഫേവറബിൾ കണ്ടീഷൻ ഫോർ കോറൽ റീഫ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. Then, more than 1/3 of the world's coral reefs are located in the territories of Australia, Indonesia and Philippines. അതായത് എന്താണ് ലോകത്തിൽ 1/3 കോറൽ റീഫ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? മെയിനായിട്ട് ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ ആൻഡ് ഫിലിപ്പീൻസിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ് കൂടുതൽ ഈ കോറൽ റീഫ്സ് കാണുന്നത് പസഫിക്കിലും ഇന്ത്യൻ ഓഷനിലുമാണ്. ഓക്കെ, ഇന്ത്യൻ ഓഷൻ റീജിയനിലുമാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. നെക്സ്റ്റ്, coral reefs host a far more number of animal phyla than those hosted by tropical rainforest. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. നോർമലി നമ്മുടെ വേൾഡിൽ എന്താണ് ഏകദേശം 34 ഫൈലയോളം റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്
ടോട്ടൽ 34 ഫൈല റെക്കഗ്നൈസ് ചെയ്യൽ 32 എവിടെയുണ്ട്? നമ്മുടെ കോറൽ റീഫ്സിൽ കാണാൻ പറ്റും. ഓക്കെ, 32 എവിടെ കാണാൻ പറ്റും? കോറൽ റീഫ്സിൽ കാണാൻ പറ്റും. ഓക്കെ, ഏകദേശം 32ഓളം ഫൈലെ ഹോസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? കോറൽ റീഫ്സിലാണ്. അപ്പോൾ നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് നോക്കി അവിടെ എത്രയാണ്? ഏകദേശം 9 ഫൈലുകൾ മാത്രമാണെന്ത് ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ 34 പറയുന്നതിൽ ഏകദേശം എത്രയാണ്? 32 എവിടെ ഉണ്ട്? 32 എവിടെ കാണാൻ പറ്റും? നമ്മുടെ കോറൽ റീഫ്സിൽ കാണാൻ പറ്റും. കോറൽ റീഫ്സ് ഹോസ്റ്റ് ചെയ്യുന്നതാണ്. ഏകദേശം 9 മാത്രമാണ് എവിടെയെന്ന് പറയുന്നത്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലുള്ളത്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആയിരിക്കും. 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, സോ അതാണ് 87ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ കോറൽ റീഫ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് നോക്കി വയ്ക്കുക അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ എന്താണ് കോറൽ റീഫ്സിന് ഒരുപാട് ബ്ലീച്ചിങ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ന്യൂസിൽ റീസെൻ്റ്ലി ഉള്ളതൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് എന്താണ് അതുകൂടി നോക്കി വയ്ക്കുക കോറൽ റീഫ്സിനെ പറ്റി. നെക്സ്റ്റ് 88. മൊമെൻറ്റം ഫോർ ചേഞ്ച് ക്ലൈമറ്റ് ന്യൂട്രൽ നൗ ഈസ് എൻ ഇനിഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ അഗെയിൻ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മൊമെൻറ്റം ഫോർ ചേഞ്ച് ക്ലൈമറ്റ് ന്യൂട്രൽ നൗ, അപ്പോൾ ഇത് ഏതിൻ്റെ ഇനിഷ്യേറ്റീവ് ആണെന്ന് പറയുന്നത്? ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNEP സെക്രട്ടേറിയറ്റ്, UNFCCC സെക്രട്ടേറിയറ്റ്, ദ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? എത്രയാണ്? ഓപ്ഷൻ സി ആണ്. ദ UNFCCC സെക്രട്ടേറിയറ്റ് ആണ്. ഓക്കെ, UNFCCC സെക്രട്ടേറിയറ്റ് അതാണ് എന്ന് പറയുന്നത് ഈ മൊമെൻറ്റം ഫോർ ചേഞ്ച് ക്ലൈമറ്റ് ന്യൂട്രൽ നൗ എന്ന് പറയുന്ന ആ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇനിഷ്യേറ്റീവ് ആണ് എന്ന് പറയുന്നത് ഈ മൊമെൻറ്റം ഫോർ ചേഞ്ച് ക്ലൈമറ്റ് ന്യൂട്രൽ നൗ എന്ന് പറയുന്നത്. എഗെയിൻ കറണ്ട് അഫയേഴ്സ് ആണ്, അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. കൂടുതൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. ബാക്കി UN ബോഡീസ് ആയാലും അതുപോലെ എന്താണ് ഇതുപോലെ ഇനിഷ്യേറ്റീവ് ഒക്കെ ലോഞ്ച് ചെയ്ത്, അതായത് ഇപ്പോൾ ഈ ഒരു റീസെൻ്റ് ആയിട്ട് ഏതെങ്കിലും ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ UN ഏതെങ്കിലും ബോഡീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് നോക്കി വയ്ക്കുക. അത് ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് നോക്കി വയ്ക്കുക. അതിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് 89. With reference to educational institutions during the colonial rule in India, consider the following players. Institution founder: Sanskrit College at Benares, William Jones. Calcutta Madrasa, Warren Hastings. Fort William College or the Wellesley. Which of the pairs given above is correct? 1 and 2, 2 only, 1 and 3, 3 only. അപ്പോൾ ഏതാണ്? നമുക്കറിയാം സാൻസ്ക്രിറ്റ് കോളേജ് അറ്റ് ബനാറസ്. അത് ആരാണ് ഫോം ചെയ്തത്? അത് ജൊനാഥൻ ഡുൻകൻ ആണ്. ജൊനാഥൻ ഡുൻകനാണ് 1791 എന്ത് ബനാറസിലെ സാൻസ്ക്രിറ്റ് കോളേജ് ഫോം ചെയ്തത്. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്നതാണ് വില്യം ജോൺസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സർ വില്യം ജോൺസ് എന്താണ് ഫൗണ്ട് ചെയ്തത്? അദ്ദേഹം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളാണെന്ന് വില്യം ജോൺസ് ഫൗണ്ട് ചെയ്തത്. വില്യം ജോൺസ് ഫൗണ്ട് ചെയ്തത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളാണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് തെറ്റാണ്, ഒന്നാമത്തെ തെറ്റാണ്. നെക്സ്റ്റ് 2 only അല്ലെങ്കിൽ 3 only. കൽക്കട്ട മദ്രസ നമുക്കറിയാം. കൽക്കട്ട മദ്രസ ആരാണ് ഫോം ചെയ്തത്? 1781 വാരൻ ഹേസ്റ്റിംഗ് തന്നെയാണെന്ത് കൽക്കട്ട മദ്രസ ഫോം ചെയ്തത്. അതായത് അതിന് വേണ്ടിയായിരുന്നു ഇസ്ലാമിക് ലോയും അതുപോലെ എന്താണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് അതിനൊക്കെ വേണ്ടിയാണ് എന്ത് കൽക്കട്ട മദ്രസ ഫോം ചെയ്തത്. അപ്പോൾ എന്താണ് അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ ആയിരിക്കും ഓപ്ഷൻ ബി 2 only ആയിരിക്കും. ദെൻ മൂന്നാമത് പറയുന്നത് ഫോർട്ട് വില്യം കോളേജ് ആർതർ വെല്ലസ്ലി ആണെന്ന് പറയുന്നത്. ആർതർ വെല്ലസ്ലി അല്ല, റിച്ചാർഡ് വെല്ലസ്ലി ആണ് എന്ത് ഫോർട്ട് വില്യം കോളേജ് ഫോം ചെയ്തത്. ഓക്കെ, റിച്ചാർഡ് വെല്ലസ്ലി ആണ്. 1800 റിച്ചാർഡ് വെല്ലസ്ലി ആണ് എന്ത് ഫോർട്ട് വില്യം കോളേജ് ഫോം ചെയ്തത്. ഓക്കെ, അതെന്തിനാണ്? ബ്രിട്ടീഷ് സിവിൽ സർവീസിനെ ഇന്ത്യൻ ലാംഗ്വേജും കൾച്ചറും ഒക്കെ എന്താണ് ട്രെയിൻ ചെയ്യിക്കാനായിട്ട് തുടങ്ങിയാണ് ഏത് ഫോർട്ട് വില്യം കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 only മാത്രമായിരിക്കും. ബാക്കി 1ഉം 3ഉം എന്താണ് തെറ്റാണ്. സാൻസ്ക്രിറ്റ് കോളേജ് ആയിട്ട് ബനാറസ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കനാണ്. അതെന്താണ് 1791 വില്യം ജോൺസ് എന്താണ് ഫോം ചെയ്തത്? അദ്ദേഹം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളാണ് ഫോം ചെയ്തത്. ദെൻ സെക്കൻഡ് വരുന്നത് കൽക്കട്ട മദ്രസ 1781 അതാരാണ്? വാരൻ ഹേസ്റ്റിംഗ് ആണ് ഫോം ചെയ്തത്. ദെൻ തേർഡ് വരുന്നത് ഫോർട്ട് വില്യം കോളേജ് 1800 ആരാണ്? ആർതർ വെല്ലസ്ലി ആണ്. ആർതർ വെല്ലസ്ലി അല്ല, റിച്ചാർഡ് വെല്ലസ്ലി ആണ് എന്ത് ഫോം ചെയ്തത്. ഓക്കെ, അതെന്തിനു വേണ്ടിയാണ്? ബ്രിട്ടീഷ് സിവിൽ സർവീസിനെ ഇന്ത്യയുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ എന്താണ് പഠിപ്പിക്കാനായിട്ടാണ് ഫോം ചെയ്തത്. ഓക്കെ, സോ അതാണ് 89. നെക്സ്റ്റ് 90. കൺസിഡർ ഫോളോയിങ് പേഴ്സ്. റീജിയൻ സംടൈംസ് മെൻഷൻഡ് ഇൻ ന്യൂസ്. കൺട്രി അഗെയിൻ കറണ്ട് അഫയേഴ്സ് ആണ്. കാറ്റലോണിയ സ്പെയിൻ, ക്രിമിയ ഹംഗറി, മിൻഡാനാവോ ഫിലിപ്പീൻസ്, ഒറോമിയ നൈജീരിയ. വിച്ച് ഓഫ് ദ പേഴ്സ് ഗിവൺ എബോർ കറക്റ്റ്ലി മാച്ച്ഡ്? 1, 2, 3,
3 and 4 only, 1 and 3 only, 2 and 4 only. അപ്പോൾ അതിൽ ഏതൊക്കെ പേഴ്സാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് നമുക്കറിയാം 19 എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസുകളാണ്. അപ്പോൾ എന്തായാലും അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നോക്കുക, ഇതിൽ ഏതെങ്കിലും പ്ലേസ് നമുക്ക് അറിയാമോ നോക്കുക. ഇതിലിപ്പോൾ ക്രിമിയ നോക്കിയേ, ക്രിമിയ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കാണുന്നതാണ്. എവിടത്തെയാണ്? ഹംഗറിയിലെ അല്ല, കാരണം ക്രിമിയ ഉക്രൈൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ഉക്രൈനിലുള്ള ഒരു പ്ലേസാണ് ഏതെന്ന് പറയുന്നത് ക്രിമിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടെന്താണ് എന്തായാലും തെറ്റാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യുക? ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. ദെൻ 3ഉം 4ഉം 1ഉം 3ഉം. അപ്പോൾ 3 എന്തായാലും ശരിയായിരിക്കും. ഓക്കെ, മിൻഡാനാവോ ഫിലിപ്പീൻസ് ആണ്. ഓക്കെ, അതപ്പോൾ എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനിയപ്പോൾ എന്താണ് 3ഉം 4ഉം ഉണ്ട്, 1ഉം 3ഉം ഉണ്ട്. അപ്പോൾ 1ഉം 4ഉം ആണ് നോക്കേണ്ടത്. ഒന്ന് ഏതാണ്? കാറ്റലോണിയ സ്പെയിൻ ആണെന്നാണ് കൊടുത്തേക്കുന്നത്. കാറ്റലോണിയ എന്താണ്? സ്പെയിൻ തന്നെയാണ്. കാരണം സ്പെയിനിലെ നോർത്ത് ഈസ്റ്റുള്ള സ്പെയിനിലെ ഒരു ഓട്ടോണമസ് കമ്മ്യൂണിറ്റിയാണ് എന്ന് പറയുന്നത് ഈ കാറ്റലോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി സി ആയിരിക്കും. എന്ത് 1 and 3 ആയിരിക്കും ആൻസർ വരുന്നത്. ദെൻ ഒറോമിയ അപ്പോൾ എവിടത്തെയാണ്? ഒറോമിയ എന്ന് പറഞ്ഞാൽ എത്യോപ്യയിലുള്ള ഒരു പ്ലേസാണ് എന്ന് പറയുന്നത് ഒറോമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒറോമിയ ഇറ്റ്സ് നോട്ട് ഇൻ നൈജീരിയ, ഇറ്റ്സ് ഇൻ എത്യോപ്യ. ഓക്കെ, ഒറോമിയ എത്യോപ്യയിലാണ്. ഓക്കെ, അപ്പോൾ ഈ മിൻഡനാവോ എവിടെയാണ്? ഫിലിപ്പീൻസിൻ്റെ തന്നെ എന്താണ് സെക്കൻഡ് ലാർജസ്റ്റ് ഐലൻഡാണ് എന്ന് പറയുന്നത് മിൻഡനാവോ എന്ന് പറയുന്നത് ഫിലിപ്പീൻസിൽ. അത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. സോ അതുകൊണ്ടാണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ 1 and 3 ആണ്. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, 19th ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 91. Consider the following events. The first democratically elected Communist Party government formed in the state of India. India's then largest bank, Imperial Bank of India, was renamed to State Bank of India. Air India was nationalized and became the national carrier. Fourth statement, Goa became the part of independent India. So, question എന്താണ്? കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസിൽ ആക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഏതാണ്? The first democratically elected Communist Party government formed in the state of India. ഏത് സ്റ്റേറ്റിലാണ് നമുക്കറിയാം? എവിടെയായിരിക്കും? കേരളത്തിലാണ് ഫസ്റ്റ് ഡെമോക്രാറ്റിക് ഇലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. അത് ഏത് വർഷമാണ്? 1957ലാണ്, 1957ലാണ്. ഓക്കെ, 1957ലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത്. സെക്കൻഡ് പറയുന്നത് എന്താണ്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ റീനെയിംഡ് സ്റ്റേറ്റ് ബാങ്ക്. ഓക്കെ, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ആയിട്ട് റീനെയിം ചെയ്തത് 1955ലാണ്. ഇതും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, എയർ ഇന്ത്യ നാഷണലൈസ് ചെയ്തത് ഏത് വർഷമാണ്? 1953ലാണ്. ഗോവ ഇൻഡിപെൻഡൻ്റ് ആയത് 1961. ഓക്കെ, ഏത് ഓപ്പറേഷനിലൂടെയാണ്? ബൈ ഓപ്പറേഷൻ വിജയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ വിജയ് അതാണ് ഇത് ഗോവ ഇൻഡിപെൻഡൻ്റ് ആയത്. അപ്പോൾ ഇതിൽ ചോദിച്ചത് എന്താണ്? കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഏതായിരിക്കും? ഏതാണെന്ന് നോക്കിയാൽ 57 ഉണ്ട്, 55 ഉണ്ട്, 53 ഉണ്ട്, 61 ഉണ്ട്. ഫസ്റ്റ് അപ്പോൾ ഏതായിരിക്കും? 53 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 ഫസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഡിയും എടുക്കാം. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 55 ആണ്, അതായത് 2 വരും. ഓക്കെ, സോ ദെൻ ബി ആണ് ആൻസർ വരുന്നത്, കാരണം 3214 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 91st ക്വസ്റ്റ്യൻ ഏതായിരിക്കും? ആൻസർ 3214. ഫസ്റ്റ് ഏതാണ്? എയർ ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ആൻഡ് ബിക്കം ദ നാഷണൽ കാരിയർ. അത് 1953ലാണ്. ദെൻ ഇന്ത്യ ദ ലാർജസ്റ്റ് ബാങ്ക്, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ റീനെയിം ചെയ്ത് എന്തായി മാറ്റി? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്കി മാറ്റി. അത് 1955ലാണ്. ദെൻ ദ ഫസ്റ്റ് ഡെമോക്രാറ്റിക് ഇലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് ഫോം ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. എവിടെയാണ്? അത് 1957ലായിരുന്നു. ആൻഡ് ഓൾസോ ഗോവ ബിക്കെയിം ദ പാർട്ട് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ 1961 ബൈ ഓപ്പറേഷൻ വിജയ്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. Next, a right to privacy is protected as an intrinsic part of right to life and personal liberty. Okay, which of the following in the Constitution of India correctly and appropriately imply the above statement? Option A, Article 14 and the provisions under 42nd Amendment of the Constitution, Article 17 and the DPSP in Part 4, Article 21 and the freedoms guaranteed in Part 3, Article 24 and the provisions under 44th Amendment to the Constitution. നമുക്കറിയാം റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ അതുകൂടാതെ എന്തിനാണ് വരുന്നത്? അത് ആർട്ടിക്കിൾ 21ലാണ് വരുന്നത്. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയുമ്പോഴേ നമുക്ക് എന്താണ് ആൻസറിലോട്ട് എത്താം. ആർട്ടിക്കിൾ 21 ആണ് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ടു ഫ്രീഡം ഫോർ ലൈഫ് അല്ലെങ്കിൽ റൈറ്റ് ടു പ്രൈവസി, ഇതെല്ലാം വരുന്നത് ആർട്ടിക്കിൾ 21 വരുന്നതാണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിലാണ് എല്ലാം വരുന്നത്, റൈറ്റ് ടു പ്രൈവസി വരുന്നത്. അത് ഏത് കേസ് സ്റ്റേറ്റിലാണ്? 2017 പുട്ടസ്വാമി, 2017 പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ.
ഓക്കെ. പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് ഇത് പറഞ്ഞത് റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയി മാറുന്നത്. എഗെയിൻ 2017 ആയതുകൊണ്ടാണ് അത് ചോദിച്ചത്. ഓക്കെ, 2017 കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്കറിയാം ആർട്ടിക്കിൾ 21 ആണ് എന്ത് റൈറ്റ് ടു പ്രൈവസിയിൽ വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 14 വരുന്നത് എന്തിനാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് വരുന്നത്. ഇതിന് ആർട്ടിക്കിൾ 70 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. ഇതിന് ആർട്ടിക്കിൾ 24 വരുന്നത് എന്താണ്? പ്രൊവിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ അണ്ടർ 14 ഇയേഴ്സ് ഇൻ ഫാക്ടറീസ്. അതാണ് ആർട്ടിക്കിൾ 24 വരുന്നത്. അപ്പോൾ എന്തായാലും അതൊന്നും അല്ല, കാരണം റൈറ്റ് ടു പ്രൈവസി വരുന്നത് എന്താണ്? ആർട്ടിക്കിൾ 21 ഓക്കെ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ കീഴിലാണ് വരുന്നത്. കേസ് സ്റ്റഡി നോക്കുക, പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് 2017. നെക്സ്റ്റ് 93. Arecanut, barley, coffee, finger millet, groundnut, sesame, turmeric. The Cabinet Committee on Economic Affairs has announced the minimum support price for which of the above? ഇതിലുള്ള ഏതിനൊക്കെയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ക്യാബിനറ്റ് കമ്മിറ്റി ഓഫർ ചെയ്തിട്ടുള്ളത്? ഏതിനൊക്കെയാണ് അറിഞ്ഞിരുന്നാലും പറ്റും, നമുക്ക് നോക്കാം, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് ക്രോപ്സിനായിരിക്കും എന്താ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഏതെങ്കിലും കിട്ടും. ബാർലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് ക്രോപ്പാണ്. ദെൻ മില്ലറ്റ്, ഫിംഗർ മില്ലറ്റ്, അതെന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമുക്ക് കോഫി എന്താണ്? അത്ര ഒരു ഇതില്ല, കാരണം കോഫി ആയാലും അരക്കിനിട്ട് ആയാലും എന്താണ് അതിനൊന്നും എന്താണ് ആ ഒരു ഇതില്ല. സോ നമുക്ക് എന്താണ് 2, 3, 4 ഉള്ള ഓപ്ഷൻസ് നോക്കാം. 2 ഉണ്ട് ബട്ട് 4 ഇല്ല ഇതിൽ. 2 ഉണ്ട്, 4 ഉണ്ട്. 2 ഇല്ല ബട്ട് 4 ഉണ്ട്. ഇതിലെല്ലാം ഉണ്ട്. ഓക്കെ, ഡിയിലെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് 2 ഓപ്ഷനിലെത്തി. ബിയും ഉണ്ട്, ഡിയും ഉണ്ട്. ഇന്ന് നോക്കി അരക്കിനിട്ടും കോഫി അതെന്താണ് കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും, കാരണം കോഫി ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതിന് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കണമെന്നതിൻ്റെ ആവശ്യം കുറവായിരുന്നു ടൈമിൽ. സോ അതുകൊണ്ട് എന്താണ് ഡിയും നമുക്ക് എലിമിനേറ്റ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 4, 5 and 6 ആണ്. ഓക്കെ, അതായത് ബാർലി, ഫിംഗർ മില്ലറ്റ്, ഗ്രൗണ്ട്നട്ട്, സീസം. ഓക്കെ, ഇതെല്ലാം എന്താണ് നമ്മുടെ ഫുഡ് ക്രോപ്സുകളാണ്. അപ്പോൾ ഇതിനൊക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്, ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. നമുക്ക് അരക്കിനായിട്ടായാലും കോഫി ആയാലും ടർമറിക്കിനായാലും എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, സോ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മളൊരു എന്താണ് ജനറൽ അവയർനെസ് വെച്ച് എന്താണ് ബാർലിക്കും മില്ലറ്റിനും എന്തായാലും കിട്ടാം, പക്ഷേ എന്താണ് കോഫിക്ക് കിട്ടത്തില്ല എന്നുള്ളൊരിതുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് 94. In which of the following state is പക്വൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റഡ്? ഓക്കെ, പക്വൈ വൈൽഡ് ലൈഫ് സാങ്ച്വറിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ബി മണിപ്പൂർ, ഓപ്ഷൻ സി മേഘാലയ, ഓപ്ഷൻ ഡി നാഗാലാൻഡ്. അപ്പോൾ ഇവിടെ എവിടെയാണ് പക്വൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണുന്നത്? പക്വൈ അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടെ പറയും, പക്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ പക്ക ടൈഗർ റിസർവ്, ഇതെല്ലാം എന്താണ് ആ ഒരു റീജിയനിലുള്ളതാണ്. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റിലെന്നാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ ഏതാണ്? അറിഞ്ഞിരുന്നാലേ പറ്റുള്ളൂ നമുക്ക്, അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, പക്വായ് അല്ലെങ്കിൽ പക്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി. പക്ക വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. അതെവിടെയാണ്? കെമാം ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, അരുണാചൽ പ്രദേശിലെ കെമാം ഡിസ്ട്രിക്റ്റിലാണ്. ഇത് അറിയപ്പെടുന്നത് എന്തിനാണ്? അതിൻ്റെ ഹോൺബിൽ നെസ്റ്റ് അഡോപ്ഷൻ പ്രോഗ്രാമിന് വേണ്ടിയാണ്. ഹോൺബിൽ നെസ്റ്റ് അഡോപ്ഷൻ പ്രോഗ്രാം, ഹോൺബിൽ നെസ്റ്റ് അഡോപ്ഷൻ പ്രോഗ്രാം. സോ ഇതിൻ്റെ പേരിൽ എന്താണ് ഇത് റിനൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താണ് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് ഹോൺബിൽ നെസ്റ്റ് അഡോപ്ഷൻ പ്രോഗ്രാമിൻ്റെ അണ്ടറിലാണ്. ഓക്കെ, ആ ഒരു പ്രോഗ്രാമിൻ്റെ പേരിൽ എന്താണ് ഇത് അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ആൾസോ ഫ്ലോർ ഓഫ് യൂണൊക്കെ എന്താണ് നോർമലി കാണുന്നതൊക്കെ തന്നെയാണ് ഇത് ടൈഗർ, ലെപ്പാഡ്, ദെൻ ഓർക്കിഡ്സ്. ഒരുപാട് ഓർക്കിഡ്സ് ഈ ഒരു മേഖലയിൽ കാണപ്പെടുന്നുണ്ട് കേട്ടല്ലോ. ഓക്കെ, സോ അതാണ് ഇത് പക്വൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ പക്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. നെക്സ്റ്റ് 95. With reference to India's satellite launch vehicles, consider the following statement. PSLV launched the satellites useful for Earth resource monitoring, whereas GSLV are designed mainly to launch communication satellites. Second statement, satellites launched by PSLV appear to remain permanently fixed in the same position in the sky as viewed from particular location on Earth. GSLV Mk3 is a 4-staged launch vehicle with the first and third stage using solid rocket motors and the second and fourth stage using liquid rocket engines. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 95 ഓപ്ഷൻ പറയുന്നത് ആൻസർ ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 1 and 2 only, ഓപ്ഷൻ ഡി 3 only. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? PSLV അല്ലെങ്കിൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ് is the launched the satellite use of Earth resource monitoring, whereas GSLV എന്ന് വെച്ചാൽ ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അത്
ദേ ആർ ഡിസൈൻഡ് മെയിൻലി ടു ലോഞ്ച് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് PSLV പറ്റിയും GSLV പറ്റിയും അറിഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ PSLV എന്താണ് എർത്ത് റിസോഴ്സ് മോണിറ്ററിങ്ങും അതുപോലെ എന്താണ് GSLV ലോഞ്ച് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റാണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് സാറ്റലൈറ്റ്സ് ലോഞ്ച് ബൈ PSLV അപ്പിയർ ടു റിമെയിൻ പെർമനൻ്റ്ലി ഫിക്സ്ഡ് ഇൻ ദ സെയിം പൊസിഷൻ ഓഫ് ദ സ്കൈ. ഓക്കെ, പെർമനൻ്റ്ലി ഫിക്സ്ഡ് ആകുമ്പോൾ അത് എന്തായിരിക്കണം, അത് GSLV റോക്കറ്റിൽ വിടുന്നതായിരിക്കണം. ഓക്കെ, PSLVയിലല്ല. സാറ്റലൈറ്റ് ഒരു ഇതിൽ പെർമനൻ്റ് ഫിക്സ് ആവണമെങ്കിൽ എന്തായിരിക്കണം, അത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്സിൽ വിടുന്നതായിരിക്കും. ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്സിൽ ടിപ്പിക്കലി റീച്ച് ആവുന്ന ഏത് വെച്ചാണ് GSLV യൂസ് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ പറയുന്നത് എന്താണ്, ഒരു പെർമനൻ്റ് ആയിട്ടില്ല, വ്യൂഡ് ഫ്രം എ പർട്ടിക്കുലർ ലൊക്കേഷൻ ഓൺ ദ എർത്ത്. അതുപോലെ പെർമനൻ്റ്ലി ഫിക്സ്ഡ് എന്ന് പറയുന്നുണ്ട്. പെർമനൻ്റ്ലി ഫിക്സ്ഡ് ആവണമെങ്കിൽ അത് എവിടെ പോകണം, ജിയോ സിങ്ക്രണസ് ഓർബിറ്റിൽ പോകണം. ഓക്കെ, അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്സിൽ എത്തണം. ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്സിൽ വിടുന്ന എല്ലാം എന്തായിരിക്കണം, GSLVയിലാണ് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റോങ് ആണെന്ന് മനസ്സിലാവും. സോ ഇത് ക്യാൻസൽ ചെയ്യാം, അതുപോലെ സിയും ക്യാൻസൽ ചെയ്യാം. ഒന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറയുകയും ചെയ്തു. സോ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും. അപ്പോൾ 3 എന്തായിരിക്കും, തെറ്റായിരിക്കും. GSLV Mk3, ഈ GSLV Mk3 നമുക്ക് ഇപ്പോൾ അറിയപ്പെടുന്നതാണ് LVM3 എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, LVM3. അപ്പോൾ LVM3 എന്ന് പറയുന്നത് എന്താണ്, ഒരു 3 സ്റ്റേജ് ലോഞ്ച് വെഹിക്കിൾ, അല്ലെങ്കിൽ എന്താണ് 3 സ്റ്റേജ് മാത്രമേ അതിലുള്ളൂ. ഇതിൽ 4 സ്റ്റേജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 3 സ്റ്റേജ് ആണ്. അതിൽ ഫസ്റ്റ് എന്താണ് സോളിഡ്, ഇതിൽ ലിക്വിഡ്, അത് കൂടാതെ എന്താണ് ക്രയോജനിക്. അങ്ങനെയാണ് എന്ത് അതിൻ്റെ ആ ഒരു ഫ്യൂവലിൽ വരുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താണ് 4 സ്റ്റേജ് ആണ്. അതിൽ ഫസ്റ്റ് 2 സ്റ്റേജ് എന്താണ് സോളിഡും, അല്ല ഫസ്റ്റും 3rd സ്റ്റേജ് സോളിഡും, അതുപോലെ എന്താണ് 2nd 4th ലിക്വിഡ് എന്നാണ് പറഞ്ഞാൽ അതപ്പോൾ എന്താണ് തെറ്റാണ്. ആൻസർ അപ്പോൾ എന്താണ് ഓപ്ഷൻ എ ആണ്. അപ്പോൾ PSLV GSLV പറ്റി എന്താണ് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, നമ്മുടെ സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 96. With reference to the governance of public sector bank in India, consider the following statement. Capital infusion to public sector banks by the government of India has steadily increased in the last decade. Second statement, to put the public sector banks in order to merger of associated banks with the parent state bank of India has been affected. Okay, so എന്താണ് പറയുന്നത്, ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ഇൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റെഡിലി ഇൻക്രീസ്ഡ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 2018 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് മുന്നത്തെ ലാസ്റ്റ് ഡെക്കേഡിൽ എന്താണ് സ്റ്റെഡിലി ഇൻക്രീസ്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. കാരണം എന്താണ്, അത് ഇടയ്ക്ക് എന്തായിരിക്കുന്നുണ്ട് ഫോളോ ആയിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മൾ അറിഞ്ഞിരുന്നാലേ ശരിയാവത്തുള്ളൂ ആ ഒരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത് പറയുന്നത് എന്താണ്, ടു പുട്ട് ദ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻ ഓർഡർ ദ മെർജർ ഓഫ് അസോസിയേറ്റഡ് ബാങ്ക്സ് വിത്ത് ദ പാരന്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ അഫക്റ്റഡ്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, കാരണം എന്താണ് ആ ഒരു ചെയ്യുമ്പോഴെന്താണ് അവർക്ക് ആ ഒരു NPA ബേർഡനൊക്കെ എന്താണ് റെഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. ബാങ്കുകളുടെ NPA ബേർഡനൊക്കെ എന്താണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് അതൊരു പറ്റും. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ അതാണ് 96th ക്വസ്റ്റ്യൻ. 97. Cereal grain hulled, chicken eggs cooked, fish processed and canned, newspaper containing advertising material. Which of the above items is or are exempted under GST, goods and service tax? in ഏതൊക്കെയാണ് എക്സെപ്റ്റ് ആയതെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ ഓൺലി 1 only, 2 1 3 only, 1 2 4 1 2 3 4. ഇത് ഏതാണ് GST എക്സെപ്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് ആൻസർ? സെറൽസ് ഗ്രെയിൻ ഹൾഡ്, അതെന്താണ് GST ഇൻക്ലൂഡ് ആയിട്ടില്ല. അതുപോലെ ചിക്കൻ എഗ്സ് കുക്ക്ഡ്, അത് എന്താണ് GST ഇൻക്ലൂഡ് ആയിട്ടില്ല. ദെൻ ഫിഷ് പ്രോസസ്ഡ് ആൻഡ് ക്യാൻഡ്, അതിന് എത്ര ഏകദേശം 5% GST എന്താണ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂസ് പേപ്പർ കണ്ടെയ്നിങ് അഡ്വർടൈസിങ് മെറ്റീരിയൽ, അതിന് എന്താണ് GST ആഡ് ആയിട്ടില്ല. സോ 1 2 and 4 ആണ് എന്ത് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ന്യൂസ് പേപ്പർ എന്താണ് വിത്തൗട്ട് അഡ്വർടൈസ്മെൻറ്റ്, വിത്ത് അഡ്വർടൈസ്മെൻറ്റ് ആയാലും വിത്തൗട്ട് അഡ്വർടൈസ്മെൻറ്റ് ആയാലും എന്താണ് അതിന് GST കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ ചിക്കൻ എഗ്സിനായാലും സെറൽ ഗ്രെയിൻ്റെ ഹൽഡിനായാലും എന്താണ് ഇതിനൊന്നും എന്താണ് GST കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സോ അപ്പോൾ ആൻസർ ആയിരിക്കും ആൻസർ ഓപ്ഷൻ സി ആണ്, 1 2 and 4 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് 98. Consider the following statement. The definition of critical wildlife habitat is incorporated in the Forest Rights Act 2006. Second statement, for the first time in India, Baigas have been given habitat rights. Third statement, Union Ministry of Environment, Forest and Climate Change officially decides and declares habitat rights for primitive and vulnerable tribal groups in any part of India. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം.
ഫസ്റ്റ് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ക്രിട്ടിക്കൽ വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ദ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006. ഓക്കെ, ക്രിട്ടിക്കൽ വൈൽഡ് ലൈഫ് ഹാബിറ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ആക്ട്, ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006 ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നത്. അതെന്താണ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അഗെയിൻ ഫാക്റ്റാണ്, നമുക്ക് അറിഞ്ഞിരുന്നാലേ എഴുതാൻ പറ്റത്തുള്ളൂ. For the first time in India, Baigas have been given habitat rights. ബൈഗാസിന് എന്താണ് ഹാബിറ്ററ്റ് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട്. അതെന്താണ് ശരിയാണ്. ഓക്കെ, ബൈഗ ട്രൈബ് എവിടുത്തെയാണ്? പ്രധാനമായിട്ട് മധ്യപ്രദേശിലെ ദിൻഡോരി ഡിസ്ട്രിക്റ്റിലെ ട്രൈബാണ്. മധ്യപ്രദേശിലെ ദിൻഡോരി ഡിസ്ട്രിക്റ്റിലാണ് ഏത് ഈ ബൈഗ ട്രൈബ്സ് കാണപ്പെടുന്നത്. സോ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ബൈഗാസ് ഹാവ് ബീൻ ഗിവൻ ഹാബിറ്ററ്റ് റൈറ്റ്സ് എന്ന് പറയുന്നത് അതെന്താണ് ശരിയാണ്. കാരണം മധ്യപ്രദേശിലെ ദിൻഡോരിയിലുള്ള ഒരു ട്രൈബാണ് എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർലി പറഞ്ഞുള്ള ട്രൈബൽ ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് ഈ ബൈഗ എന്ന് പറയുന്നത്. അവർക്ക് എന്താണ് ഹാബിറ്ററ്റ് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് ഈ ഹാബിറ്ററ്റ് റൈറ്റ്സ് എന്ന് വെച്ചാൽ? അതായത് ഈ ക്രിട്ടിക്കൽ വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ക്രിട്ടിക്കൽ വൈൽഡ് ലൈഫ് ഹാബിറ്റിനെ പറ്റി പറഞ്ഞു. അതെന്ന് വെച്ചാൽ എന്താണ്? അവിടെ എന്ന് വെച്ചാൽ ഏരിയാസ് ഓഫ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ എന്താണ് സാങ്ച്വറീസ്, അതെന്തായിരിക്കണം? റിക്വയർഡ് ടു ബി കെപ്റ്റ് ഇൻ വയലേറ്റ്. ഓക്കെ, സോ വൈൽഡ് ലൈഫ് കൺസർവേഷന് വേണ്ടി ആ ഒരു ഏരിയ എന്താണ് വയലേറ്റ് ചെയ്യാതെ എന്താണ് നന്നായിട്ട് കീപ്പ് ചെയ്യുക. അതാണ് ക്രിട്ടിക്കൽ വൈൽഡ് ലൈഫ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൈഗാസിന് എന്താണ് ആ ഒരു ഹാബിറ്ററ്റ് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ശരിയാണ്. മൂന്നാമത് പറയുന്നത് എന്താണ്? യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഒഫീഷ്യലി ഡിസൈഡ്സ് ആൻഡ് ഡിക്ലെയർ ഹാബിറ്ററ്റ് റൈറ്റ്സ് ഫോർ പർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് അങ്ങനെയല്ല, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് ഒരു ഇതിൻ്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. ഇവിടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആണ് പറയുന്നത്. യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് എന്താണ്? നമ്മുടെ ഫോറസ്റ്റിൻ്റെ കൺസർവേഷനും അതിന് വേണ്ടിയൊക്കെ നിൽക്കത്തുള്ളൂ. ഇവിടെ ഏതാണ്? മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് അത് ചെയ്യുന്നത്. അതുകൂടാതെ എന്താണ് അവർക്ക് മാത്രമായിട്ട് ഇവർക്ക് മാത്രം എന്തിനാണ് ഡിസൈഡ് ചെയ്ത് ഡിക്ലെയർ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്താണ് അതുകൂടാതെ എന്താണ് അവിടെ നമ്മുടെ ഗ്രാമസഭയും അതുപോലെ എന്താണ് ലോക്കൽ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അവരും എന്താണ് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിലായാലും ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നോക്കാനായാലും എന്താണ് ഇവരും അതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഓക്കെ, ഡിക്ലറേഷനും ഡിസിഷൻ മേക്കിങ്ങും എല്ലാം എന്താണ് ഈ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ എന്താണ് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി അതും കൂടെ എന്താണ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സോ അതെന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് അല്ല. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്? ആൻസർ എ ആണ്. 1 and 2 ഓൺലി ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താണ് ജസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എൻവയോൺമെൻറ്റ് മിനിസ്ട്രി എന്താണ് കൂടുതലും നമ്മുടെ എൻവയോൺമെൻറ്റും അതുമായിട്ട് ക്ലൈമറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നോക്കുന്നത്. അല്ലാതാണ് ഇപ്പോൾ ഈ പ്രിമിറ്റീവ് ആൻഡ് വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിനുള്ള കാര്യം എന്താണ് അത് നോക്കേണ്ട ആവശ്യം അവർക്കില്ല. അത് നോക്കുന്ന ആരായിരിക്കും? ട്രൈബൽ അഫയേഴ്സുമായിട്ട് റിലേറ്റഡായിട്ടുള്ള മിനിസ്ട്രി ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമുക്ക് ആദ്യമേ എടുത്താൽ തന്നെ എന്താണ് ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എല്ലാത്തിലും എന്താണ് 3 വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് മനസ്സിലായാൽ തന്നെ നമുക്ക് എന്താണ് ആ ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ ആൻസറിലേക്ക് എത്താനും പറ്റും. ഓക്കെ, സോ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 99. കൺസിഡർ ദ ഫോളോയിങ്: ബേർഡ്സ്, ഡസ്റ്റ് ബ്ലോയിങ്, റെയിൻ, വിൻഡ് ബ്ലോയിങ്. വിച്ച് ഓഫ് ദ എബോവ് സ്പ്രെഡ് പ്ലാന്റ് ഡിസീസസ്? ഇത് ഏതൊക്കെയാണ് പ്ലാന്റ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നത്. നോക്കി, ബേർഡ്സ് പ്ലാന്റ് ഡിസീസ് സ്പ്രെഡ് ചെയ്യാം. അതുപോലെ ഡസ്റ്റ് ബ്ലോയിങ് അതും എന്താണ് പ്ലാന്റ് ഡിസീസ് സ്പ്രെഡ് ചെയ്യാം. റെയിൻ സ്പ്രെഡ് ആയിക്കൂടെ. വിൻഡ് ബ്ലോയിങ് അതും സ്പ്രെഡ് ചെയ്യാം. എല്ലാം ജനറലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എല്ലാം എന്താണ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പ്ലാന്റ് ഡിസീസ് ഇതിൽ ഏതെങ്കിലുമൊക്കെ വഴി എന്താണ് ഡിസീസ് സ്പ്രെഡ് ചെയ്ത് എന്താണ് അത് അതിൽ ഇൻക്ലൂഡ് ആകും. അപ്പോൾ അതുകൊണ്ട് എന്താണ് എല്ലാം സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ബേഡ്സ് ആയാലും റെയിൻ ആയാലും ഡസ്റ്റ് ബ്ലോയിങ് ആയാലും ഇതുവഴിയൊക്കെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഡിസീസ് സ്പ്രെഡ് ആയാൽ തന്നെ എന്താണ് അത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. സോ അതുകൊണ്ട് എന്താണ് ആൻസർ 1, 2, 3, 4 ആയിരിക്കും. എല്ലാം എന്താണ് പ്ലാന്റ് ഡിസീസ് സ്പ്രെഡ് ചെയ്യും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ 2018 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 100th ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ദ ഓർഗാനിക് ഫാമിംഗ് ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓർഗാനിക് ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ NPOP is operated under the guidelines and the direction of Union Ministry of Rural Development. Union Ministry of Rural Development എന്നാണ് പറയുന്നത്. Okay, second one, the Agriculture and Processed Food Product Export Development Authority APEDA functions as the secretariat for the implementation of NPOP. Then Sikkim has become India's first fully organic state. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി,
ഏത് മിനിസ്ട്രി എന്നാണ് പറഞ്ഞേക്കുന്നതിൽ? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷനും അതുപോലെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും. ഓക്കെ, ഓർഗാനിക് പ്രൊഡക്ഷൻ ഇവിടെ എന്താണ്? എന്തോ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലിപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് വരുന്നത്. ആ ഒരു നമുക്ക് ആലോചിച്ചത് മനസ്സിലാവും. ഓക്കെ, അത് ജസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്തോ ഒരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലിപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിക്ക് ആയിരിക്കും ഇമ്പോർട്ടൻസ് വരുന്നത്? അല്ല, കാരണം ഇവിടെ ആർക്കാണ്? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്കാണ് വരുന്നത്. ഒരു പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആകുമ്പോൾ എന്താണ്? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് വരുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എന്താണ്? എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഓർഗാനിക് പ്രൊഡക്ഷൻ, നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. അതെന്താണ്? ഒരിക്കലും ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് അണ്ടറിൽ വരുന്നതായിരിക്കത്തില്ല. കാരണം എന്താണ്? പ്രൊഡക്ഷൻ വരുന്നെങ്കിൽ അതെന്താണ്? കൊമേഴ്സ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതായിരിക്കും. സോ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് ഫസ്റ്റ് ഓപ്ഷൻ. എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് 3 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ സിക്കിമാണ് എന്ത്? ഇന്ത്യയുടെ ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ്. അതൊരു ഫാക്ട് ബേസ്ഡ് ആണ്. പക്ഷെ നമുക്ക് എന്താണ്? ആദ്യത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തപ്പോൾ എന്താണ്? അത് ശരിയാണ്, നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. സോ അതുകൊണ്ട് എന്താണ്? അതെന്തായാലും ശരിയായിരിക്കും മൂന്നാമത്തത്. അപ്പോൾ അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്താണ്? എഴുതാനായിട്ട് പറ്റും. സെക്കൻഡ്, ദ അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി APEDA ഫങ്ഷൻസ് ആസ് ദ സെക്രട്ടേറിയറ്റ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് NPOP. അതും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, NPOPയുടെ ഇതിൽ എന്താണ്? ഈ അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്താണ്? ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 and 3 ഓൺലി ആണ്. ഓക്കെ, അപ്പോൾ അതാണ് 100ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. ഓർഗാനിക് ഫാമിനെ പറ്റിയാണ്. അതിൽ നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ 2 and 3 ആണ്. ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്? യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് അല്ല, പകരം ഏതാണ്? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി 2 and 3 ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 100 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ 2019 ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വന്ന പാറ്റേൺ തന്നെയായിരിക്കും സെയിം ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ 25 ക്വസ്റ്റ്യൻ വീതമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. Anyway, thank you for watching. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 9094485485 Trivandrum.